ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വേറെ ലെവല് നമ്മുടെയൊക്കെ പലരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചതിയുടെയൊക്കെ ഒരു കഥയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായിട്ടുള്ള ദി മോളിവുഡ് ടൈംസ്. ഈ കഥ ഒരിക്കലും നിങ്ങളെ നിരാശയാക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ലൈഫുമായിട്ട് ഈ കഥയ്ക്ക് നല്ല സാമ്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതിലും അടിപൊളി ക്വാളിറ്റിയിൽ വേഗത്തിൽ നിങ്ങളിലേക്ക് കഥകൾ എത്തിക്കാൻ എനിക്ക് നിങ്ങൾ ചങ്ക കൂട്ടുകാരെ ആകെ ചെയ്തു തരേണ്ടത് ഇപ്പോൾ തന്നെ മറക്കാതെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിവിടുക. അതുപോലെ എൻ്റെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതുപോലുള്ള കഥകൾ ഇനിയും കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ TM ഫാമിലി. ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ചെറിയ പയ്യൻ വിനീത് മാധവനിലെ നമ്മളോട് ഒരു കാര്യം പറയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്റെ കഥയല്ല, മറിച്ച് വാഗമണിൽ താമസിക്കുന്ന ഫേമസ് നോവലിസ്റ്റായ വൈക്കം ഡേവിഡിന്റെയും അദ്ദേഹത്തിന്റെ മകൻ സച്ചിൻ വൈക്കം ഡേവിഡിന്റെയും കഥയാണ്. അങ്ങനെ വർഷം 1996 ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പെൺകുട്ടിയില്ലേ നമ്മുടെ സച്ചിൻ ഡേവിഡിനെ തന്നെ നോക്കിയിട്ട് ചിരിക്കുമ്പോൾ അവനും അവളോട് ചെറിയൊരു ക്രഷോട് ചിരിക്കുകയാണ്. ആ കാഴ്ച ടീച്ചർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സച്ചിന് ഇലക്ട്രോബൈറ്റിക്സിന് ഉപയോഗിക്കുന്ന മെറ്റൽസ് ഒക്കെ ഏതൊക്കെയാ? അപ്പോൾ ആ മാസമായിട്ട് ക്രോമിയം, സിൽവർ, ഗോൾഡ്. അപ്പോൾ ഡിഫൈൻ അവൻ ഈസി ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോഴാണ് അവന്റെ മലയാളം ടീച്ചർ വിളിപ്പിച്ചിട്ട്, അല്ല സച്ചിന്, നീയും അച്ഛനെ പോലെ എഴുതാറുണ്ടായിരിക്കും ല്ലേ? ഇപ്രാവശ്യത്തെ സ്കൂൾ മാഗസിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പോ വൈക്കം ഡേവിഡ് സാറിന്റെ മകനായ സച്ചിൻ, നീ എഴുതുമ്പോൾ ഒരിക്കലും അത് മോശമാവില്ലല്ലോ, അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവനോ, ടീച്ചറെ ഞാൻ ശ്രമിക്കാം. അല്ല, നോവൽ വേണോ ചെറുകഥ വേണോ? നോവലുള്ള സ്പേസിലിടാ, ചെറുകഥ മതി. അങ്ങനെ നൈറ്റ് എഴുതാനിരിക്കുമ്പോൾ നമ്മുടെ സച്ചിന്റെ അച്ഛൻ ഡേവിഡിന്റെ ഫ്രണ്ട് വേണു വരികയാണ്. അതായത് മഞ്ചാടിയിലേക്ക് കൊടുക്കാനുള്ള നോവലിന്റെ അടുത്ത ഭാഗത്തിന് വന്നതാണ്. അങ്ങനെ അസിസ്റ്റന്റ് പീറ്റർ ആ ഒരു കോപ്പി കൊടുക്കുമ്പോൾ ഡെവിൾസ് ഐലൻഡ് എന്ന മറ്റൊരു ബുക്കിന്റെ ഒരു ഭാഗം താഴെ വീണു പോണ്. അപ്പോൾ സച്ചിനും കുറച്ച് ആകാംക്ഷയോടെ അത് കാണുന്നുണ്ട്. അങ്ങനെ മഞ്ചാടികളുള്ള നോവലിന്റെ പാർട്ട് വേണുവിന് കൊടുക്കുമ്പോൾ, വേണു ചേട്ടാ, നിങ്ങളുടെ മാഗസിനില് ഹൊറർ നോവൽ പബ്ലിഷ് ചെയ്യോ? പിന്നെന്താ, അവസാനത്തെ ഭാഗം കുട്ടികൾക്കുള്ളതല്ലേ, വൈക്കം സാറിന്റെ മകൻ എഴുതിയാല് നമ്മൾ എന്തായാലും പബ്ലിഷ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ സച്ചിന്റെ ചെറുകഥ വായിച്ചിട്ട് ടീച്ചർ ഇംപ്രസ് ആവാണ്. അപ്പോഴാണ് ഗീത എന്ന ഒരു പെൺകുട്ടിയിലെ ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കാൻ വരുമ്പോ, ടീച്ചർ മിഠായി അവിടെ നിൽക്കട്ടെ, നാളെക്കുള്ളിൽ ആർട്ടിക്കിൾ എഴുതി തന്നിട്ടില്ലെങ്കിൽ മാഗസിന് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കൂട്ടോ, നാളത്തേക്ക് തരാ ടീച്ചർ എന്ന് പറഞ്ഞ് ഗീത അവിടുന്ന് പോകുമ്പില്ലേ നമ്മുടെ സച്ചിൻ അവളെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അവൻ എഴുതിയ നോവലിന്റെ ഫസ്റ്റ് കോപ്പി അവൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സ്കൂൾ മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓരോ കോപ്പി ക്ലാസ്സിൽ വിതരണം ചെയ്യുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ട് ഗീത തന്റെ സ്റ്റോറിയിലെ ആ ഒരു ബുക്കിലെ സച്ചിനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവന്റെ സ്റ്റോറി ആ ബുക്കിൽ വന്നിട്ടില്ല. ആ കാര്യം തന്റെ മലയാളം ടീച്ചറോട് ചോദിക്കുമ്പോൾ, നിന്റെ എഴുത്ത് ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന നിലയിൽ നല്ലത് തന്നെയാണ്, എന്നാൽ സ്കൂൾ മാഗസിനിൽ കൊടുക്കാനുള്ള ഒരു നിലവാരം ആ കഥയ്ക്കില്ല, നീ ഒന്നുകൂടി ട്രൈ ചെയ്യ്, അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും കൊടുക്കാം. അച്ഛന്റെ ബുക്കുകളൊക്കെ എന്തായാലും ഒന്ന് നീ വായിച്ചു നോക്ക്, ഉറപ്പായിട്ടും നിനക്കതിനുള്ള കഴിവുണ്ട്. അങ്ങനെ അന്ന് രാത്രിയില്ലേ സച്ചിന്റെ തല പുകയുന്നുണ്ട്. തന്റെ അച്ഛന്റെ കഴിവ് പോലെ തനിക്ക് എന്താ എഴുതാൻ പറ്റാതെ. അപ്പോഴാണ് വേണുവില്ലേ ഡെവിൾസ് ഐലൻഡ് എന്ന നോവലിന്റെ ചില പ്രിന്റിംഗ് മിസ്റ്റേക്ക് കോപ്പികൾ അച്ഛനെ ഏൽപ്പിക്കാൻ സച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നത്. അടുത്ത ദിവസം ഗീതയില്ലേ സച്ചിൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഡെവിൾസ് ഐലൻഡ് എന്ന നോവല് വായിച്ചിട്ട് അവന് തിരിച്ചു കൊടുക്കുകയാണ്. അവളോടൊരു ദേഷ്യത്തോടെ അവൻ ആ ബുക്കുമായിട്ട് വീട്ടിലെത്തിയിട്ട് ടീച്ചറും അതുപോലെ വേണുവും പറഞ്ഞ പോലെ തന്റെ അച്ഛനെ പോലെ കുറെ കഷ്ടപ്പെട്ട് അവനൊരു നോവൽ എഴുതാണ്. അങ്ങനെ തന്റെ അച്ഛനോട് ആ കാര്യം പറഞ്ഞ് നോവൽ കൊടുക്കുമ്പോൾ അച്ഛനത് വായിച്ചിട്ട് സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഇത് ഹൊറർ അല്ല, അവസാനം നല്ല പ്യുവർ കോമഡി പോലെ ആയിട്ടുണ്ട്. അച്ഛന്റെ കളിയാക്കലും ടീച്ചറുടെ താഴ്ത്തിക്കെട്ടിലൊക്കെ സഹിക്കാൻ പറ്റാതെ അവൻ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അച്ഛൻ, സച്ചിനെ നീ വാതിൽ തുറക്ക്. അങ്ങനെ ഒരു മെഴുകുതിരിയായിട്ട് ഉള്ളിലേക്ക് വന്നപ്പോഴാണ് അവിടെ സച്ചിൻ എഴുതിയൊരു നോട്ട് കാണുന്നത്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, എന്റെ അച്ഛനെ പോലെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അച്ഛന്റെ കഴിവില്ലാത്ത ഒരു മകനായി ജീവിക്കാനേ എനിക്ക് വയ്യ. അപ്പോഴാണ് അവന്റെ അച്ഛൻ പറയുന്നത്, ഇനി നീ എത്ര ശ്രമിച്ചാലും നിന്നെക്കൊണ്ട് അതിന് പറ്റില്ല, കാരണം നീ എന്റെ മകനാ. ഇതുവരെ ഞാൻ എഴുതിയ 232 നോവലിലും ഒന്നുപോലെ എഴുതിയത് ഞാനല്ല. പ്രണയ നൈരാശ്യം കൊണ്ട് CMS കോളേജിൽ വെച്ച് ജീവൻ അവസാനിപ്പിച്ച ഒരു കാമുകയുണ്ടായിരുന്നു എനിക്ക്, അനുരാധ. അവളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അവളുടെ എല്ലാ സാധനങ്ങളും ഞാൻ കൊടുത്തയച്ചു. എന്നാൽ ഒരു പെട്ടി ഒഴികെ അതില് അവൾ എഴുതിയ കുറച്ചധികം നോവലുകളായിരുന്നു. എഴുത്തിലൂടെ പേടിപ്പിക്കാനേ അവൾ പണ്ടേ മിടിക്കുകയായിരുന്നു. ആ നോവലുകളൊക്കെ പിന്നെ ഞാൻ എൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചു. ആ നോവലുകളുടെ സ്റ്റോക്ക് തീർന്നപ്പോഴേക്കും കൂലിക്ക് ആളെ വെച്ച് എഴുതിപ്പിക്കാനുള്ള പേരും പൈസയും എൻ്റെ കയ്യിൽ വന്നു. അങ്ങനെ നല്ല കഴിവുണ്ടായിട്ടും എവിടെ എത്താൻ പറ്റാത്ത പട്ടിണി കിടക്കുന്ന കുറേയധികം കലാകാരന്മാരെ തേടിയിട്ട് ഞാൻ ഇറങ്ങി. ഇപ്പോൾ വൈകുന്നേരം വേണുവിൻ്റെ കയ്യിലെ മംഗളത്തിനും മഞ്ചാടിക്കായിട്ട് നീ കുറേയധികം കഥകൾ കൊടുക്കാറില്ലേ, അതുപോലും ഞാൻ എഴുതിയതല്ല, എല്ലാം അവൻ എഴുതിയതാണ്. അതായത് എൻ്റെ അസിസ്റ്റന്റ് പീറ്ററില്ലേ,
അവൻ തന്നെ. അപ്പോഴാണ് രാത്രിയായപ്പോ വേണുവില്ലേ ഡെവിൾസ് ഐലൻഡ് എന്ന ബുക്കിന്റെ വിറ്റുപോയ കുറേയധികം കോപ്പികൾ തിരിച്ചു കൊടുക്കുന്നത്. ഇനി 2 കോപ്പി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ദേഷ്യം വന്ന ഡേവിഡ് ആ കോപ്പി നിന്റെ അപ്പമായി കൊണ്ട് തരുമോ, പോയി കളക്ട് ചെയ്യടാ. വേണു പോയി കഴിഞ്ഞപ്പോ മകനോട് ഞാൻ പോലും അറിയാതെ പീറ്റർ എനിക്കൊരു മുട്ടം പണിയെന്നു. ഡെവിൾസ് ഐലൻഡ് എന്ന ഈ കഥയിലെ നായകന് എന്റെ പേരും നായികയ്ക്ക് മരണപ്പെട്ട എന്റെ കാമുകിയില്ലേ അനുരാധ അവളുടെ പേര് വിട്ടു. ഈ ഒരു നോവൽ വായിച്ചാലേ പ്രായവും ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഇതെന്റെ ജീവചരിത്രമാണ് വ്യക്തമായിട്ട് മനസ്സിലാവും. അവന്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അപ്പോൾ സച്ചിൻ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ ഇനി സത്യം പുറത്തു വന്നാല് അച്ഛന്റെ അവസ്ഥ അതെപ്പോഴെങ്കിലും അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ അച്ഛനാണെങ്കിൽ നിനക്കറിയോ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആരെഴുതിയ വില്യം ഷേക്സ്പിയർ അല്ലേ? എന്നാൽ ആദത് ബ്രൂക്സിന്റെ ദ ട്രാജിക് ഹിസ്റ്ററി എന്ന കവിതയില്ലേ അതിനെ കോപ്പി അടിച്ച് ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. അന്നത്തെ കാലത്ത് കോപ്പിറൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു പോന്നു. അന്ന് ഇങ്ങനെയുള്ള അവസ്ഥയെ സാഹിത്യ ചോരൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അല്ല സച്ചിന്, നിനക്ക് മഹാനായ എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയർ ഒരു കോപ്പിയടി സാഹിത്യകാരനായിരുന്നു എന്ന് സങ്കല്പിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? പറ്റില്ല. കാരണം ഇവിടെ അയാൾ നേടിയെടുത്ത അയാളുടെ പേരും പ്രശസ്തിയാണ് അയാളുടെ കൃതികളെക്കാൾ മുകളിൽ നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് അവരുടെ ഇഷ്ട നോവലിസ്റ്റ് അവരെ ചതിച്ചു എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ഇനി ഒരു സൃഷ്ടി അത് നല്ലതാണെങ്കിൽ അത് കഥയോ നോവലാവാം. അതിന്റെ സൃഷ്ടാവിന്റെ പേരിൽ ഇനി വില്യം ഷേക്സ്പിയർ പോലെ ആര് വന്നാലും അവരെ ജനങ്ങൾ ആരാധിക്കും. അത് വേറൊരാളുടെ കഷ്ടപ്പാട് കോപ്പിയടിച്ചാന്ന് കേൾക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. ഫൈനൽ റിസൾട്ട് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പോഴാണ് വേണു കോൾ ചെയ്തിട്ട്, സാറേ ഒരെണ്ണം കൂടി കിട്ടി, 10 ഇപ്പോൾ 9 കയ്യിലായി. എന്നാലും ഡേവിഡ് അത് പോരാ, നീ ഒരു 10 കുറിപ്പ് കൊടുക്കുക. സാങ്കേതിക പിഴവ് കാരണം നോവല് നമ്മൾ പിൻവലിക്കുകയാണ്. അടുത്തുള്ള മഞ്ചാടിയുടെ ബുക്ക് സ്റ്റോളില് ആ ബുക്ക് തിരിച്ചു തന്നാല് വായനക്കാർക്ക് ഇരട്ടി തുക റീഫണ്ടായി തരുന്നതായിരിക്കും. ആ നോവലിന്റെ ഒരു കോപ്പി പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് തന്റെ മകനോട്, നിനക്ക് നല്ല കഴിവുണ്ട്, നല്ലോണം ശ്രമിച്ചാലേ IITക്കോ 5 ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും നല്ല ജോലി നിനക്ക് നേടാൻ പറ്റും. എന്റെ ഈ നശിച്ച ജീവിതം നിനക്ക് വേണോ? അപ്പൊ അവനാണെങ്കിൽ വേണച്ച, അച്ഛനെ പോലെ ഈ ലോകം എന്നെയും ആരാധിക്കണം. അപ്പനെ പോലെയല്ല, അപ്പനേക്കാൾ എനിക്ക് വലിയവനാകണം. അപ്പൊ അച്ഛൻ, ആഹാ അങ്ങനെയാണെങ്കിൽ അതിന് നീ ഇത്ര കഷ്ടപ്പെടണ്ട. നിനക്ക് വേണ്ടി കഷ്ടപ്പെടാനേ ഈ ലോകത്ത് വേറെ ഒരുപാട് പേരുണ്ട്. നീ ഇപ്പൊ കഷ്ടപ്പെടേണ്ടത് നിന്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്യാനല്ല, നിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ്. നീ ഒരു മഹാനായി കഴിഞ്ഞാല് നീ ചെയ്ത തെറ്റുകൾ പുറത്തു വന്നാൽ പോലും നിന്റെ മഹത്വം നിന്നെ സംരക്ഷിക്കും. അപ്പോ ചത്താലും നിന്റെ വില നീ കളയാൻ പാടില്ല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ കഥയിലെ നായകൻ വിനീതില്ലേ ഡെവിൾസ് ഐലൻഡ് എന്ന ആ ബുക്കിന്റെ അവസാനത്തെ ആ ഒരു മിസ്സായ കോപ്പിയില്ലേ ആ കോപ്പി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കലിപ്പില് അവന്റെ അച്ഛൻ ചീത്ത പറഞ്ഞിട്ട് ഡോക്ടറോട്, ഇവന്റെ കൈയൊടിഞ്ഞത് വെറുതെ ഒന്നുമല്ല, എപ്പോ നോക്കിയാലും ഇതുപോലെ ഓരോ ഹൊറർ നോവൽസ് അതുപോലെ ഹൊറർ സിനിമകൾ കണ്ടോണ്ടിരിക്കും, എന്നിട്ട് രാത്രി സ്വപ്നം കണ്ട് പേടിച്ചിട്ട് കൈയും കാലും ഓടിക്കും. അപ്പോ വിനീതിന്റെ കൂട്ടുകാരനില്ലേ അവനും പറയുന്നുണ്ട്, വളരെ കറക്റ്റാണ്. അപ്പൊ അച്ഛൻ, നീ ഒന്നും മിണ്ടണ്ട, കഴിഞ്ഞ എക്സാമിന് നിനക്ക് 90% മാർക്കുണ്ട്. ഇവന്റെ കാര്യം അങ്ങനെയല്ല, 55% ഉള്ളൂ. അങ്ങനെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് വിനീതിന്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോവാണ്. അപ്പോ ഡോക്ടറില്ലേ അവന്റെ കയ്യിലെ ആ ബുക്ക് വാങ്ങിയിട്ട് നോക്കുമ്പോ സമാധാനമുള്ള ജീവിതം പ്രതീക്ഷിക്കുന്ന ആരും ഈ ബുക്ക് വായിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ആഹാ കൊള്ളാല. അല്ല വിനീത്, നിനക്ക് വലുതാവുമ്പോ ആരാ അവൻ ആഗ്രഹം? അപ്പൊ അവൻ, ഡോക്ടറെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ പേടിച്ച താഴെ വീണതല്ല, എന്നെ ഒരാള് വലിച്ച് താഴേക്ക് എറിഞ്ഞതാ. അതാരാന്ന് എനിക്കറിയില്ല, എന്നാൽ അയാൾ എല്ലാ രാത്രിയും വരും. ഞാന് ഒരിക്കൽ മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ. അത് കേട്ട് ഡോക്ടർ തരിച്ചു നിൽക്കുമ്പോ, അയാൾക്ക് തലയില്ല. എന്നോട് അയാൾ പറഞ്ഞത് ട്രെയിനിന് മുമ്പിൽ ചാടിയിട്ട് ജീവൻ അവസാനിപ്പിച്ചെന്നാ. അത് കേട്ട് ഡോക്ടർ കുറച്ച് നിൽക്കുമ്പോൾ, ഡോക്ടറെ പേടിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അച്ഛൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കണ്ട് പേടിച്ചിട്ട് തന്നെ ബെഡിൽ നിന്ന് താഴെ വീണ് കയ്യും കാലൊക്കെ ഒടിയുന്നതാ. പിന്നെ ഡോക്ടറെ, ആ ബുക്കിന്റെ ക്ലൈമാക്സ് ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. അതെയോ? എന്നാലേ ഈ ബുക്ക് ഞാൻ കൊണ്ടുപോവാ. നീ ക്ലൈമാക്സ് അറിയണ്ട. ഇപ്പോ നിന്റെ ശ്രദ്ധ വേണ്ടത് ഇതിലൊന്നുമല്ല, ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടത്. നിന്റെ കയ്യിലെ പ്രശ്നം മാറിയിട്ട് ആ കെട്ടഴിക്കുമ്പോ ലക്ഷ്യം എന്താന്ന് പറയുകയാണെങ്കിൽ അപ്പോ ഈ ബുക്ക് ഞാൻ നിനക്ക് തരാം. വിനീതാണെങ്കിൽ ഇത് വല്ലാത്ത ചതിയായി പോയല്ല. അങ്ങനെ തിരിച്ചു പോകുമ്പോ വിനീതിന്റെ അമ്മ കൂട്ടുകാരനോട്, അവന് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ നീ ഒന്ന് കൊടുത്തേക്കണേ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. അതിനെന്താ ആന്റി, എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നിട്ട് വിനീതിന്റെ ചെവിയില്, എടാ നമുക്ക് സിനിമക്ക് പോയാലോ? സ്നാക്സ് വാങ്ങാനേ അമ്മ ഒരു 50 രൂപ തന്നിട്ടുണ്ട്. അങ്ങനെ അവൻ ആദ്യമായിട്ട് DTS ഉള്ള ഒരു തിയേറ്ററിൽ സിനിമ കാണുകയാണ്. അപ്പോ പല ഭാഗത്ത് വിഷ്വൽ എഫക്റ്റുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ ശരിക്ക് പേടിച്ച് അവൻ കോരിത്തരിച്ച് കൗതുകത്തോടെ ഇരിക്കുകയാണ്. ആ സിനിമ കാണാൻ വന്ന എല്ലാരും അതേ കൗതുകത്തില് ഇരിക്കുന്ന കണ്ടപ്പോ പുറത്തേക്ക് ഇറങ്ങി അവൻ പറയുന്നുണ്ട്, എന്റെ ലക്ഷ്യം കിട്ടി. ഇതുപോലെ DTS വെച്ച് എല്ലാരെയും പേടിച്ച് പറപ്പിക്കണം. അങ്ങനെ നമ്മുടെ വിനീതില്ലേ സിനിമ കാസറ്റ് വാങ്ങാനേ പരിചയമുള്ള സുനിലേട്ടനോട് ചോദിക്കുന്നുണ്ട്, സുനിലേട്ടാ ഇവിടെ മമ്മിയുടെ കാസറ്റ് ഉണ്ടോ? മമ്മിയുടെ ഇല്ലടാ, ടൈറ്റാനിക്കിനെക്കാളും ഇപ്പൊ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ പടമുണ്ട്, സിക്സ്ത് സെൻസ്. അപ്പോ വിനീത് ചോദിക്കുന്നുണ്ട്, അല്ല ഇതില് DTS ഉണ്ടാ? അമേരിക്കയിലെ DTS ഉള്ള തിയേറ്ററിൽ വെച്ചിട്ടാ അത് റെക്കോർഡ് ചെയ്തിട്ടില്ലേ, അപ്പോ DTS കാണും. അങ്ങനെ കാസറ്റ് വാങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വൈക്കം ഡേവിഡ് മരണപ്പെട്ട വാർത്ത വിനീതിന്റെ മുത്തശ്ശൻ കാണുന്നത്. അപ്പൊ TV ഓഫ് ആക്കിയിട്ട്, അപ്പൂപ്പ ക്ഷമിക്കണേട്ടാ, എനിക്കൊരു സിനിമ കാണണം, ഈ റൂം ശരിയല്ല,
ഇവിടെ ഡീറ്റെയിൽസ് സെറ്റപ്പ് ആക്കണം. അങ്ങനെ TV ഫ്രണ്ടിൽ വെച്ചിട്ട് സ്പീക്കറുകൾ സൈഡിൽ ഓരോ ഭാഗത്ത് അലൈൻ ചെയ്ത് തിയേറ്ററിലെ പോലെ തന്നെ മുൻപിലായിട്ട് കുറച്ച് ബേക്കില് ചെയറും കസേരയും സെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങോട്ട് വന്ന ഫ്രണ്ട് ആഹാ വൺ സെറ്റപ്പായല്ല കാര്യമില്ലടാ, ആ സുനിലേട്ടനല്ലേ അങ്ങേര് പറ്റിച്ച്, ഡീറ്റെയിൽസ് ഒന്നും വർക്കാവുന്നില്ല. അപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ സുനിലേട്ടനല്ലേ അങ്ങേര് പറ്റിക്കും. അങ്ങനെ ഫ്രണ്ടില്ലേ മുത്തശ്ശന്റെ ഒരു ബുക്ക് വായിച്ചിട്ട് മുത്തശ്ശ കിടിലം ബുക്കാട്ടാ, എന്നാൽ ഇത് എങ്ങനെയാ ഫ്ലോപ്പ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ജനങ്ങൾക്ക് മുത്തശ്ശനെ ഡിസർവ് ചെയ്യുന്നില്ല. അപ്പൊ മുത്തശ്ശനാണെങ്കിൽ ഞാനും ആഗ്രഹിച്ചത് നിന്നെ പോലെ അത്യാവശ്യം സയന്റിഫിക് ബോധമൊക്കെയുള്ള ഒരു ചെറുമോനെയാ, എന്നാൽ എനിക്ക് കിട്ടിയതോ കണ്ട വൈക്കൻ ഡേവിഡിന്റെ ബുക്കും വായിച്ച് കട്ടുന്ന് വീണ് കയ്യും കാലും ഓടിക്കുന്ന ഒരു ചെറുമോനെ. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വായനല്ലേ, അല്ല ഈ പടം സിക്സ്ത് സെൻസ് ആണോ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ ശരിയാണല്ലോ, ഇതിന്റെ ഡയറക്ടർ ഒരു മലയാളിയല്ലേ. അപ്പൊ പിന്നെ ഇത് മലയാളിയാ, ഇത് ഹോളിവുഡ് പടാടാ, നടൻ ബ്രൂസും. സംഭവമൊക്കെ ശരിയായിരിക്കും. അയാളുടെ പേര് മനോജ് കെ ജയന്ന. അപ്പൊ മുത്തശ്ശൻ മനോജ് കെ ശ്യാമളൻ, ജനിച്ചത് മയ്യൊഴി, വളർന്നത് അമേരിക്കയിലെ പെൻസിൽവാനിയ. അപ്പൊ ഫ്രണ്ടാണെങ്കിൽ അപ്പൂപ്പ നിങ്ങൾ ശരിക്കും ജീനിയസ് ആട്ടാ, പീപ്പിൾ ഡോണ്ട് ഡിസേർവ് യു. അപ്പോഴാണ് വിനീതൻ മനസ്സിലാകുന്നത് അപ്പൂപ്പൻ ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ബുദ്ധിയാ. അല്ല എന്റെ ഫ്രണ്ട് ശ്രുതിക്ക് എങ്ങനെ മനസ്സിലായേ? അപ്പൊ ശ്രുതിയാണെങ്കിൽ അത്യാവശ്യം ജനറൽ നോളജ് കിട്ടാന് ഇടയ്ക്കൊക്കെ പത്രം വായിക്കണടാ. അങ്ങനെ കൈ ശരിയായി, ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തിയില്ലേ. ഇനിയിപ്പോ ഡോക്ടർ ഡബിൾ സൈലന്റ് ബുക്ക് കൊടുക്കും, ക്ലൈമാക്സ് വായിക്കാം. അപ്പൊ ഡോക്ടർ നീ ഒരു കാര്യം ചെയ്യ്, ഈ ഒരു പേപ്പറിൽ മനസ്സിൽ തോന്നുന്ന എഴുത്, എന്നിട്ട് അവൻ അത് എഴുതി കൊടുക്കുമ്പോ ഇത് വായിക്കുമ്പോ എല്ലാരും ഞെട്ടും, എന്നാൽ എന്റെ മുത്തശ്ശന് സന്തോഷാവും. എന്നിട്ട് ഡോക്ടറോട് ഞാൻ എന്റെ ജീവിതത്തിലെ ലക്ഷ്യം കണ്ടെത്തി, എനിക്ക് മനോജിനെ ശ്യാമളിനെ പോലെ ഒരു ഹോളിവുഡ് ഡയറക്ടർ ആവണം. അങ്ങനെ അവസാനം ഡോക്ടറുടെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഡബിൾ സൈലന്റിന്റെ ക്ലൈമാക്സ് വായിച്ചപ്പോ അതൊരിക്കലും ഞാൻ പ്രതീക്ഷ പോലായിരുന്നില്ല, വളരെ മോശമായിരുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു തരുമോ? അതിനൊക്കെ നല്ല വിലയാടാ, വേണമെങ്കിൽ സുനിലിന്റെ അടുത്തുനിന്ന് ഒരു കാസറ്റ് വാങ്ങിക്കോ. അല്ല സുനിലേട്ടൻ പറഞ്ഞല്ലോ 27,000 രൂപയുള്ളൂന്ന്. അപ്പൊ അച്ഛനാണെങ്കിൽ ആഹാ 27,000 രൂപ അല്ലേ, ആ പൈസ ഉണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങി കൊടുക്കുന്നുണ്ടേ. അപ്പോഴാ അവന്റെ വീഡിയോ ക്യാമറ. അപ്പൊ മുത്തശ്ശൻ അല്ല നിന്റെ ബുക്ക് വായന കഴിഞ്ഞോ? അങ്ങനെ തുടക്കം വായിക്കുമ്പോൾ കഴിവുള്ളവന്റെ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുക്കുന്നു. നിധി നഷ്ടപ്പെട്ടവൻ തനിക്ക് സംഭവിച്ചത് തലയിലെഴുതാന്ന് കരുതിയിട്ട് ഒന്നുകിൽ സമാധാനിക്കാം, അല്ലെങ്കിൽ ആ തലയിലെഴുത്തിനെ തിരുത്തി എഴുതാനായിട്ട് പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ട ഒരു മനുഷ്യന്റെ അതിസാഹസികമായ യാത്രയുടെ കഥയാണിത്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കഴിവുള്ളവന് നിധി കിട്ടിയ? വിനീത് ഇല്ല മുത്തശ്ശ, കഴിവുള്ളവൻ തോറ്റു, കഴിവില്ലാത്തവൻ ജയിച്ചു. വൃത്തിയായിട്ട് ക്ലൈമാക്സ് ആയി പോയി. അപ്പൊ മുത്തശ്ശനും അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ നടക്കാത്ത ആഗ്രഹങ്ങൾ അങ്ങ് കളഞ്ഞേക്ക്. മനോജിനെ ശ്യാമളൻ അമേരിക്കയിൽ ജനിച്ച് നീ കേരളത്തിലും. അപ്പച്ചൻ ഇവിടെ ഹോളിവുഡ് ഇല്ല, ചെറിയ മോളിവുഡേ ഉള്ളൂ. അപ്പോ ആ ഹാൻഡി ക്യാമിന്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ വിനീതില്ലേ പുറത്ത് ഒരു മലയാളം പോസ്റ്ററിലെ മലയാളത്തിലെ പ്രഥമ DTS ഹൊറർ ചിത്രം എന്ന് എഴുതിയിട്ടുണ്ട്. ആഹാ മലയാളം മതിയല്ല, DTS ഉണ്ട്. അപ്പോൾ ഈ കൊച്ചു കേരളത്തിലെ ഹൈ ക്ലാസ് ഹൊറർ ഫിലിംസ് ഞാൻ ഉറപ്പായും എടുത്തിരിക്കും. ഞാൻ എല്ലാവരെയും പേടിപ്പിക്കും. ബെസ്റ്റ് ഹൊറർ മൂവി ഡയറക്ടറായിട്ട് എല്ലാവരും എന്നെ തന്നെ ഓർക്കും. എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല, കാരണം എന്റെ കൂടെ ദൈവം ഉണ്ടാവും. അടുത്ത സീനിലെ യുവാവായ നമ്മുടെ വിനീതില്ലേ ഒരു യക്ഷിയുടെ സ്വപ്നം കണ്ട് ഞെട്ടിവിറച്ച് കട്ടിൽ നിന്ന് താഴെ വീഴാണ്. ചെറുപ്പത്തിൽ ആ ശീലം ഇപ്പോഴും ഇവന് മാറിയിട്ടില്ല. അപ്പച്ചൻ എന്തടാ കൈയൊടിഞ്ഞോ? ഇല്ലാച്ചാ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്റെ ഓർക്കുഡ് പ്രൊഫൈലില് ആകെ 5 ഫ്രണ്ട്സുള്ളൊന്നും അത് അച്ഛനും അമ്മയും അപ്പൂപ്പനും കൂട്ടുകാരൻ സുജിയും അതുപോലെ നമ്മുടെ സുനിലേട്ടനും മാത്രമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറായ മനോജ് കെ ശ്യാമളനും RGVക്കും വിനീത് സാറിനും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടും അവരിതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ദിവസം വിനീത് മാധവനല്ലേ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കും. അങ്ങനെ സ്കൂളിൽ പതിവ് പോലെ തന്നെ ആവറേജ് മാർക്കും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനോട് പത്രത്തിലൊരു പരസ്യം കാണിച്ചു കൊടുക്കാണ്. ഹാൻഡി ക്യാമിന് 5,000 കുറഞ്ഞാ ഇപ്പോൾ 20,000 ഉള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ആഗ്രഹം പറഞ്ഞ് ഞാൻ പുറകെ നടക്കല്ലേ. അമ്മക്ക് വാഷിംഗ് മെഷീനും ടിവിയും ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കൊടുത്തില്ലേ. മനോജ് കെ ശ്യാമളനല്ലേ ഈ പ്രായത്തിൽ 22 ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഞാനും ഇപ്പോൾ ഫിലിം എടുത്ത് തുടങ്ങിയാലേ എനിക്ക് ഫേമസ് ആകാൻ പറ്റും. അപ്പോൾ ഒരു ഫ്രണ്ടില്ലേ 100% മാർക്ക് വാങ്ങിയതിന് നമ്മുടെ ഹീറോയ്ക്കും അച്ഛനും മിഠായി കൊടുത്തു പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അടുത്ത ബോർഡ് എക്സാമിന് നീ 80% മുകളിൽ മാർക്ക് വാങ്ങിയാല് ഉറപ്പായിട്ടും ഹാൻഡി ക്യാം നിനക്ക് ഞാൻ വാങ്ങിത്തരും. അത് കേട്ടപ്പോ എന്നാ കൊള്ളാല, നീ ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചാല് യൂണിവേഴ്സ് മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവുന്ന പൗലോ കൊയ്ലോയുടെ ആ ഒരു കോട്ട് ഓർത്തുകൊണ്ട് നമ്മുടെ ഹീറോ പഠനം സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഇടയ്ക്ക് ടയർഡ് ആകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വരുമ്പോൾ ടിവിയിലെ ഒരു ചാനലില് മൂവി റിവ്യൂവർ ആയിട്ടുള്ള ആനന്ദ് സുധാകരൻ പറയുന്നുണ്ട്, ഈ ആഴ്ച ഇറങ്ങിയ 2 മലയാള സിനിമയിലും ഞാൻ നിരാശനാണ്. താരചിത്രങ്ങളാണ് നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടുന്നുണ്ട്, എന്നാൽ പൊതുജനങ്ങളുടെ അഭിപ്രായം അതുപോലെ വിളമ്പി വെക്കുന്നതല്ല റിവ്യൂ, അതായത് നിരൂപണമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിന് മുമ്പുള്ള നിരൂപകരും അതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഒരു സർക്കസ് കൂടാരം പോലെ സിനിമ ഇന്ന് മാറിയേനെ. ഇനി പുതു യുവാക്കളുടെ കയ്യിൽ പുതിയ ഐഡിയുള്ള സിനിമകൾ വരണം. പൊതുജനത്തിന്റെ ആസ്വാദന രീതി തന്നെ മാറണം. അപ്പോൾ നമ്മുടെ ഹീറോയും മലയാള സിനിമയെ രക്ഷിക്കാൻ ഞാൻ വരാൻ പോവാണെന്ന് വീമ്പളക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ വിനീത് മുത്തശ്ശൻ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ വിനീത് മാധവൻ സിനിമ ഡയറക്ടറാൻ പോവാ, അവൻ അതിനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ ഹീറോയുടെ അച്ഛനെ തോന്നുന്നുണ്ടോ അവൻ 80% മുകളിൽ മാർക്ക് വാങ്ങുന്നു? അതിനുള്ള കഴിവൊന്നും അവനില്ല. അപ്പോൾ മുത്തശ്ശൻ തനിക്ക് കഴിവില്ല
വിളിക്കാന്ന് പറഞ്ഞപ്പോ കലിപ്പായ ഹീറോയിലെ ഓർക്കിഡിലെന്ന് മുത്തശ്ശന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അൺഫ്രണ്ട് ചെയ്യാണ്. അങ്ങനെ ലേബറിന്റെ പോലത്തെ കുറേയധികം ഗേഡുകൾ വെച്ചിട്ട് പുരിഞ്ഞ പഠനം അവസാനം പരീക്ഷ. അങ്ങനെ സുനിലേട്ടന്റെ കടയിൽ വന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാല് എന്റെ അച്ഛൻ തീരെ താല്പര്യമില്ലാതെ സ്റ്റേറ്റ് ബാങ്ക് പോയിട്ട് ലോൺ എടുക്കും, ക്യാമറ വാങ്ങും. എന്റെ മുത്തശ്ശൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല, ഷോക്കായി പോകും. ആ ഒരു ക്യാമറ അച്ഛൻ്റെ കയ്യിൽ തരുമ്പോ അച്ഛനും കരയും, മുത്തശ്ശൻ പൊട്ടി കരയും. ആ കാഴ്ച ഉറപ്പായിട്ട് ഞാൻ കാണും. അങ്ങനെ സുനിലേട്ടന്റെ കടയിൽ റിസൾട്ട് നോക്കാന് റോൾ നമ്പർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് സുജിയോട് ക്യാമറ കിട്ടിയുടൻ തന്നെ നമ്മളൊരു ഹൊറർ ഷോർട്ട് ഫിലിം എടുക്കും. അതിലെ നായകൻ നീയാ. കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല് പാതിരാത്രി വീട്ടിൽ തനിച്ചിരുന്ന് ബോറടിച്ച് നിന്റെ കൂട്ടുകാരനെ ചെസ് കളിക്കാൻ വിളിക്കുകയാണ്. അവൻ വരുന്നതിന് മുൻപ് അവന് വേണ്ടി ചെസ് ബോർഡ് നീ അറേഞ്ച് ചെയ്യാണ്. കോയിൻസ് അറേഞ്ച് ചെയ്തപ്പോ പെട്ടെന്നില്ലേ കറണ്ട് പോണ്. പെട്ടെന്ന് ആരോ വാതിൽ മുട്ടാണ്. നീ തന്നെ വാതിൽ തുറന്ന് കൂട്ടുകാരനെ ചെസ് കളിക്കാൻ വിളിച്ച് ആ മെഴുകുതിരി വെട്ടത്തിരുന്ന് ആദ്യത്തെ കരു വെക്കുമ്പോ പെട്ടെന്ന് കറണ്ട് വരികയാണ്. അപ്പൊ നിന്റെ മുമ്പില് ആരുമില്ല. നീ ടെൻഷനായപ്പോ പെട്ടെന്ന് കറണ്ട് പോവാണ്. നോക്കുമ്പോ ഓപ്പോസിറ്റ് നിന്ന് പെട്ടെന്നൊരു കരു നീങ്ങുന്ന ശബ്ദം നീ കേൾക്കാണ്. നിന്റെ മുമ്പിലിരുന്ന് ആരോ ആണ് കരു നീക്കിയത്. നീ ചെക്ക്മേറ്റ് ആയിട്ടുണ്ട്. പേടിച്ച് വിറച്ച് നീ ക്യാൻഡിലെടുത്ത് മുമ്പിൽ ആരായിരിക്കുന്നെന്ന് മുഖത്തേക്ക് അടുപ്പിച്ച് നോക്കുമ്പോ നീ ഷോക്കായി പോവാണ്. അവിടെ ആരുമില്ല. അപ്പോഴാണ് വാതിൽ ആരോ മുട്ടുന്നത്. നീ മെഴുകുതിരി എടുത്ത് വാതിൽ തുറന്നു നോക്കുമ്പോ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിന്റെ കൂട്ടുകാരൻ. പെട്ടെന്ന് അവന്റെ ചിരിമാഞ്ഞ് നിന്റെ പിന്നിലേക്ക് നോക്കുമ്പോ അവൻ കാണുന്നത് അവിടെ തലയില്ലാത്ത ഒരു രൂപത്തെയാണ്. അവിടെ നമ്മുടെ ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്. പേര് ചെകുത്താൻ. അപ്പോൾ ഫുൾ ഇരുട്ടത്താണ് ഞാൻ എൻ്റെ ഈ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സുജി സംഭവം പൊളിയാട്ടാ. അപ്പോഴാണ് സുനിലേട്ടൻ വന്നിട്ട് നമ്മുടെ ഹീറോയുടെ റിസൾട്ട് കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ സിജി ആണെങ്കിൽ ഇത്ര നേരം വെറുതെ നായകനായിട്ടൊരു സ്വപ്നം കണ്ടല്ല. അതായത് ഹീറോയ്ക്ക് ജസ്റ്റ് പാസ്സേ ഉള്ളൂ. അങ്ങനെ സുനിലേട്ടന് 20 കൊടുത്തിട്ട് സുനിലേട്ടന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോഴാണ് അങ്ങേരില്ലേ ഒരു 3.5 മെഗാ പിക്സലിന്റെ ക്യാമറ എടുത്തിട്ട് മുമ്പിലേക്ക് വെക്കുന്നത്. നിന്റെ ഷോർട്ട് ഫിലിമിന് ഇത് പോരടാ. അവനും താങ്ക് യു സുനിലേട്ടാ. താങ്ക്സ് ഒന്നും വേണ്ട, ഡെയിലി 600 രൂപ, പിന്നെ റെക്കോർഡുള്ള കാസറ്റിന് ഒരു 100 രൂപ. എന്തായാലും ഒരു ദിവസം കൊണ്ട് നീ ഷോർട്ട് ഫിലിം എടുത്ത് തീർക്കാൻ പോകുന്നില്ല. ഐവി ശശിയൊക്കെ ഒരു സിനിമ 18 ദിവസം കൊണ്ട് തീർത്തേ. അപ്പൊ ഹീറോ തന്റെ കൂട്ടുകാരൻ സിജിയോട് 82% മാർക്ക് വാങ്ങി നീയില്ലേ, ഇന്ന് എന്ത് ചോദിച്ചാലും നിന്റെ അച്ഛൻ സമ്മതിക്കും, അതുകൊണ്ട് ഇതിന്റെ വാടക നീ കൊടുക്കും. അങ്ങനെ ഹീറോയുടെ കയ്യിലെ ക്യാമറ കണ്ടിട്ട് അപ്പൂപ്പന് ചമ്മലാണെന്നും തന്റെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ക്യാമറ കിട്ടിയതാണെന്നും അപ്പൂപ്പൻ ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ചമ്മിപ്പോയി എന്നൊക്കെ ഹീറോ തന്നോട് തന്നെ പറയാണ്. അങ്ങനെ സ്വപ്നം കണ്ട പോലെ റൂമൊക്കെ ഇരുട്ടാക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോ ക്യാമറയിലൊന്നും കാണുന്നില്ല. അല്ല സുലേട്ടാ, ഈ ക്യാമറക്ക് എന്താ പറ്റിയ? പകല് പക്കയായിരുന്നു, ഇരുട്ടത്തൊന്നും കാണുന്നില്ല. ആ നിന്റെ നൈറ്റ് പരിപാടിയൊന്നും ഈ 3.5 മാത്രമുള്ള ക്യാമറയിൽ നടക്കില്ല. നിനക്ക് വേണ്ടത് നൈറ്റ് ക്യാമ, HD ക്യാം. അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളും വേണം. അതിനെല്ലാം കൂടി 4500 രൂപ വരും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഡേ ലൈറ്റിൽ ഒന്ന് ഷൂട്ട് ചെയ്യടാ. ചിലപ്പോൾ നിന്റെ ഭാഗ്യത്തിന് ബെറ്റർ റിസൾട്ട് കിട്ടും. അങ്ങനെ ഹീറോ തന്റെ കോൺസെപ്റ്റ് ഷോർട്ട് ഫിലിം ആക്കിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് തന്റെ ഫാമിലിക്ക് തന്നെ കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഫാമിലിയിലെ പലരും അച്ഛനും അമ്മയടക്കം സംഭവം കൊള്ളാം, മുത്തശ്ശനോട് എങ്ങനെയുണ്ട്, പ്രേതമൊക്കെ വെറും സങ്കല്പം മാത്രമാണ്, അത് കണ്ട് പേടിക്കാനേ എനിക്ക് പറ്റില്ല. അപ്പോൾ അച്ഛൻ മോനോട് എന്തായാലും നീ ഒരു നല്ല ഡയറക്ടറാൻ വരുമെന്ന് തെളിയിച്ചില്ലേ, പിന്നെ പഠിത്തത്തിൽ ഉഴപ്പരുത്, എൻട്രൻസിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ ഫ്രണ്ട് സിജിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവന്റെ കാര്യം നോക്കണ്ട, ഇവന്റെ അച്ഛനും അമ്മയും ഞങ്ങളായതുകൊണ്ട് ഏത് സ്കൂളിലും ഇവന് സീറ്റ് കിട്ടും. എന്നാലും ഹീറോയ്ക്ക് റിയാലിറ്റി അറിയാം, സിജി അവൻ എന്നെ പോലെയല്ല, അവന്റെ തലയിൽ നിറച്ച് ബുദ്ധിയുള്ള ബ്രെയിനാ. സമൂഹം എന്തെങ്കിലും പറഞ്ഞാല് അവൻ പെട്ടെന്ന് ഇംപ്രസ്ഡ് ആവും. അപ്പൊ ചേച്ചി നമുക്ക് ഈ ഷോർട്ട് ഫിലിം നാളെ തന്നെ സ്കൂളിലെ എല്ലാരും കാണിച്ചാലോ? അത് വേണ്ട, അവർ ഈ ഷോർട്ട് ഫിലിമിനെയല്ല നല്ലതെന്ന് പറഞ്ഞത് എന്റെ അറ്റംപ്റ്റിനെ മാത്രമാണ്. എന്റെ സിനിമ കണ്ട് എല്ലാവരും പേടിച്ച് ക്ലൈമാക്സ് എത്തുമ്പോൾ ശരിക്കും ഞെട്ടണം. ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഞെട്ടിയോ? ഇല്ലല്ല, നമുക്കിത് ഒന്നുകൂടി ഷൂട്ട് ചെയ്യാം. ഒറ്റ നിമിഷം കൊണ്ട് പൊന്തി വരുന്നവരല്ല മാസ്റ്റേഴ്സ്, പതിയെ പതിയെ നിരന്തരമുള്ള പ്രയത്നത്തിലെന്നാണ് എന്തിലും മാസ്റ്റർ ആവാൻ പറ്റുക. 10,000 മണിക്കൂറെങ്കിലും നിരന്തര പ്രയത്നം വേണമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. നമ്മൾ മണ്ണപ്പ ചുട്ട് കളിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിം എടുത്ത് നടന്ന ആളുകളാണ് ശ്യാവളനൊക്കെ. അവര് ജനിച്ചത് US-ലാണ്, എന്നാലും നമ്മൾ ജനിച്ചത് ഇവിടെയായിപ്പോയി. ബെസ്റ്റ് ഫിലിം ഡയറക്ടറാണെന്ന് സ്വപ്നം കാണുന്ന ഞാൻ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഇറക്കിയത് ഇപ്പോഴാണ്. എന്റെ +1 മലയാളം സിനിമയിലെ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഹൊറർ ഫിലിം ഡയറക്ടറായിട്ട് എനിക്ക് മാറിയേ മതിയാവും. എന്റെ സിജിയോട് നമുക്കിത് റീഷൂട്ട് ചെയ്തേ പറ്റൂ. അതേ കാര്യം സുനിലേട്ടനോട് പറഞ്ഞപ്പോ വിനീതേ ബഡ്ജറ്റും പ്രശ്നങ്ങളൊക്കെ കുറെ ഉണ്ടാവൂട്ടാ, നീ ഉള്ള സൗകര്യം വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ നോക്ക്, വെറുതെ പെർഫെക്ഷന് വേണ്ടി വാശി പിടിക്കല്ലേ. ഇല്ല സുനിലേട്ടാ, എനിക്ക് HD ക്യാം കിട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് വാടക എടുക്കണം, 9,000 രൂപയാവും. അപ്പോൾ അടുത്ത വിശിക്ക് കഴിഞ്ഞിട്ട് കിട്ടുന്നവരെ അതിനിടയിലുള്ള എല്ലാ ചെലവും, ചായകുടി, വെള്ളം കുടി, പപ്സ് കഴിക്കല് എല്ലാം സേവ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കും. എന്നാൽ അവസാനം 1 വർഷത്തിന് ശേഷമാണ് HD ക്യാം സെറ്റായത്. അങ്ങനെ റീഷൂട്ട് ചെയ്തിട്ട് സുനിലേട്ടനോട് ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾ ഞെട്ടും. നിങ്ങളുടെ റിയാക്ഷൻ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. എന്നാൽ റിയാക്ഷൻ നോക്കുമ്പോൾ ഹീറോ എക്സ്പെക്ട് ചെയ്ത പോലെ സുനിലേട്ടൻ ഞെട്ടി. കാൽക്കുലേഷൻ തെറ്റിപ്പോയല്ല. അപ്പൊ സുനിലേട്ടൻ ഞാൻ പണ്ടേ ഇങ്ങനെയാ, അങ്ങനെയൊന്നും എന്നെ ഞെട്ടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് സിജി വീർപ്പിച്ച ഒരു ബലൂൺ ശബ്ദം കേട്ടിട്ട് സുനിലേട്ടൻ ഞെട്ടിപ്പോകുന്നത്. ഹീറോ ഓൾറെഡി വെള്ള ബലൂണ് പൊട്ടുന്ന കരുതിയപ്പോഴാണ് പൊട്ടിയത് ചുവന്ന ബലൂണാണ്. അപ്പോ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ക്ലൈമാക്സ് കൊടുക്കാതെ ഡയറക്ഷൻ തിരിച്ചുവിടണം. അങ്ങനെ കുറേയധികം ബിൽഡപ്പ് സീൻസും മിസ് ഡയറക്ഷൻ കൊണ്ട് സൗണ്ട് എഫക്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും റീഎഡിറ്റ് ആണ്. അത് കണ്ടപ്പോ ശരിക്കും സുനിലേട്ടനും നമ്മുടെ സിജിയും നല്ലോണം ഒന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കൊരു 32 CD വാങ്ങിയിട്ട് ക്ലാസ്സിൽ എല്ലാവരും കാണിക്കണം. എന്നാൽ ഒരു 500
ഇവിടെ കുറവുണ്ട്. അപ്പൊ സജി എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല, 10 പൈസ തരില്ല. ഞാൻ ഷൂട്ട് ചെയ്തത് അച്ഛനെ അമ്മയും കാണിച്ചു കഴിഞ്ഞാല് ഇന്ന് എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ എന്ത് ചോദിച്ചാലും തരും. അങ്ങനെ അത് കണ്ട അച്ഛൻ ഷോക്കായിട്ട് സിനിമ കൊള്ളാട്ടാ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അച്ഛാ, ഇതിന്റെ CD ക്ലാസ്സിൽ വിതരണം ചെയ്യാൻ ഒരു 500 രൂപ തരുമോ? സിനിമയൊക്കെ കൊള്ളാം, പക്ഷെ പൈസയും തരാൻ പറ്റില്ല. അപ്പൊ മുത്തശ്ശനോട് കൊള്ളാല്ലേ? അപ്പോഴാണ് മുത്തശ്ശൻ അനങ്ങുന്നില്ല. 75 വയസ്സായ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള, ബുക്കുകൾ വായിച്ചിട്ടുള്ള സത്യാന്വേഷികയായ അദ്ദേഹം എന്റെ സിനിമ കണ്ട് ഇന്ന് ചത്തു. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ശ്വാസമുണ്ട് ഹീറോ മനസ്സിൽ, അപ്പോ ചത്തിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ അച്ഛൻ പറയുന്നുണ്ട് പ്രേതം വന്ന് മുമ്പിൽ നിന്നാ പോലും പേടിക്കാത്ത മനുഷ്യനാ. ആ അപ്പൂപ്പനെ നീ ഇന്ന് കോമയിലാക്കില്ലടാ, നിന്റെ കഴിവിന് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എൻട്രൻസിനൊന്നും പോണ്ട. +2 കഴിഞ്ഞാല് വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ഞാൻ സീറ്റ് വാങ്ങി തരും. 1000 രൂപ വെച്ചോ, 50 അല്ല നീ 100 CD വാങ്ങാം, എന്നിട്ട് എല്ലാരെയും പേടിപ്പിച്ച് കൊല്ല്. അങ്ങനെ CDകളിലൊക്കെ തന്റെ ഷോർട്ട് ഫിലിം റൈറ്റ് ചെയ്തിട്ട് 5ാം ക്ലാസ്സിലെ ഷോർട്ട് ഫിലിം മേക്കറാണെന്ന് സ്വപ്നം കണ്ട ഞാൻ സ്വപ്നം പൂർത്തീകരിക്കാൻ +2 എത്തേണ്ടി വന്നു. ഇതുവരെ 60,000 മണിക്കൂർ ഞാൻ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇനി ഞാൻ ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്തില്ല എന്നിട്ട് ഹീറോ മനസ്സ് പറയുന്നുണ്ട്. മനോജ് കെ ശ്യാമളനും മറ്റു ഫേമസ് ഡയറക്ടേഴ്സും അവരുടെ സിനിമ എടുത്ത് തീർത്തത് 27-28 വയസ്സിലാണ്. എന്നാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ 21 വയസ്സ്, സിനിമ എടുത്ത് കഴിയുമ്പോൾ 22 വയസ്സ്. യങ്ങസ്റ്റ് മലയാളം സിനിമ ഡയറക്ടർ അത് ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് അടുത്ത 3 വർഷം തന്നെ തേച്ച് മിനുക്കാൻ വേണ്ടി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടാണ്. അപ്പോൾ കൂടെ അഭിനയിക്കുന്ന നായിക പറയുന്നുണ്ട് എനിക്ക് തമിഴ് സിനിമയിലേക്ക് ഒരു അവസരം വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആവും. താനിനെ കിട്ടുകയാണെങ്കിൽ തനിക്ക് തന്നെ ഗുണമുണ്ടാവും. എനിക്ക് നമ്മുടെ ബന്ധത്തിന് താല്പര്യമുണ്ട്. എന്നാൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് എന്നാൽ എനിക്ക് തീരെ താല്പര്യമില്ല. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കള്ളം പറഞ്ഞതാ. എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എന്റെ ഫോക്കസ് സിനിമയിലേക്ക് മാത്രമാണ്. എന്റെ 22ാം വയസ്സിൽ എന്റെ ഡ്രീം യങ്ങസ്റ്റ് ഡയറക്ടർ അത് ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. അങ്ങനെ 3 വർഷത്തിലെ 3 ഷോർട്ട് ഫിലിം ഓർക്കിഡിലും ഫേസ്ബുക്കിലൊക്കെ അത് വൈറലായി. എന്നിട്ടും അപ്പൂപ്പൻ കോമയിൽ നിന്ന് എഴുന്നേറ്റില്ല. അപ്പൂപ്പൻ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കണ്ടത് എന്റെ സോര എന്ന് പറഞ്ഞ് സോറി അപ്പൂപ്പാന്ന് അപ്പൂപ്പന്റെ കട്ടിലിന് മുകളിൽ എഴുതി വെക്കുകയാണ്. ആ 3 വർഷത്തില് ഞാൻ തമിഴിലേക്ക് പോവാണ്, കൂടെ വരുന്നെന്ന് ചോദിച്ചാ അന്ന അവൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട്. അവളുടെ ആഗ്രഹം അവളെ എത്തിച്ചതാ. എന്റെ പഠിത്തം കഴിഞ്ഞെങ്കിലും സുജിയുടെ അവന്റെ കഴിഞ്ഞിട്ടില്ല. അവന് പഠിക്കുന്നത് മെഡിസിനാ. അത് മാത്രമല്ല അവൻ റാങ്ക് ഹോൾഡറുമാണ്. പലരും കരുതുന്നത് അവന് റിസർവേഷനിൽ അഡ്മിഷൻ കിട്ടിയെന്നാണ്. അവന്റെ എഫേർട്ടിന് ആരും വാല്യൂ ചെയ്യുന്നില്ല. അതിൽ അവന് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ അവരാദ്യമായിട്ട് 3D ഗ്ലാസ് വെച്ച് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ 3Dയിൽ കാണുകയാണ്. അപ്പോൾ ഹീറോ എന്റെ ഷോർട്ട് ഫിലിം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മോളിവുഡിലെ ആദ്യത്തെ മോൺസ്റ്റർ സിനിമയാണ് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ സുജി ഇവിടുത്തെ ഓഡിയൻസ് ഇൻട്രസ്റ്റ് ആവുന്ന പോലെ ഹൊറർ ഫിലിം ഉണ്ടാക്കിയ പോരെ? അത് പോരാ. എന്റെ സിനിമ കണ്ട് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ, അത് ചരിത്രമാവണം. 84 വന്ന മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ 2ാമത്തെ ദിവസമാണ്. ഇതുവരെ എത്രയോ 3D സിനിമ ഇറങ്ങി, അതൊന്നും ആരും ഓർക്കുന്ന പോലുമില്ല. അപ്പൊ ആരാണോ ഫസ്റ്റ് വ്യത്യസ്തമായ അറ്റംപ്റ്റ് ചെയ്യുന്നത് അവരെയാണ് ഓർക്കുക. അതാണ് ഹിസ്റ്ററി ആവുക. റിസ്ക് എടുക്കാതെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. യുക്തിവാദിയായ എന്റെ അപ്പൂപ്പനെ വരെ കോമയിലാക്കിയ ഷോർട്ട് ഫിലിം എടുത്ത ആളാണ് ഞാൻ. മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ഫിലിം എന്റെ പേരിലായിരിക്കണം. അപ്പൊ സുജിയാണെങ്കിലേ അപ്പൂപ്പൻ ഒരു സയന്റിഫിക് മാനാണ്. നിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടൊന്നുമല്ല അങ്ങനെ കോമലായ. അപ്പോഴാണ് നമ്മുടെ സുനിലേട്ടിലെ ഒരു മാഗസിൻ എറിഞ്ഞു കൊടുത്തിട്ട് നീ ഇതൊന്ന് വായിക്കേ. അപ്പൊ അതിലൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് 500 രൂപ അഡ്മിഷൻ ഫീസ് കാണിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് അതിൽ വിജയിക്കുന്ന ആൾക്ക് ഹാരിസ് ബഷീർ ഗ്രൂപ്പ് ആദ്യത്തെ സിനിമ എടുക്കാനുള്ള അവസരം നൽകും. അപ്പൊ സുനിലേട്ടൻ എടാ നിന്റെ ഷോർട്ട് ഫിലിമിന്റെ വ്യൂസ് കണ്ടിട്ട് ആരും വന്നിട്ട് ഇങ്ങോട്ട് വാതിൽ മുട്ടില്ല, നിനക്ക് വേണ്ടി നീ തന്നെ അങ്ങോട്ട് പോയി വാതിൽ മുട്ടേണ്ടി വരും. അപ്പോഴാണ് സിജി പറയുന്നത് ഹാരിസ് ബഷീറിന്റെ ഫോട്ടോ ഒന്നും ഇതിലില്ല, എന്നാലും വമ്പൻ ടീമാണ്, ഒരുപാട് കമ്പനി ഉണ്ട് മൂപ്പരുടെ പേരില്, ഇത് സംഭവം സത്യമാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് അയക്കാല്ലേ? അപ്പൊ സുനിലേട്ടൻ ഓൾറെഡി നിന്റെ 4 ഷോർട്ട് ഫിലിമും ഈ സുനിലേട്ടൻ അയച്ചിട്ടുണ്ട്. അതാണ് സിനിമക്ക് വരാന് ഞാൻ ലേറ്റായി പോയെ. അപ്പോൾ ഇനി നീ സമയം കളയരുത് വിനീത്, ഏറ്റവും പെട്ടെന്ന് സ്ക്രിപ്റ്റ് റെഡിയാക്ക്, എന്നിട്ട് അത് ഹിറ്റ് അടിക്കും വേണം. ഹിറ്റ് പോരെ സുനിലേട്ടാ, അത് ബ്ലോക്ക് ബസ്റ്റർ ആവണം. ഈ ലോകത്ത് എന്ത് മച്ചു വെച്ചാണെങ്കിലേ ഹാർഡ് വർക്കും പാഷനും ടാലന്റും ഉണ്ടായാൽ മതി. ഇന്ന് ഫേമസ് ആയ വൈക്കം ഡേവിഡിന്റെയും മനോജ് കെ ശ്യാമളന്റെയും സക്സസ്ഫുൾ ആയ നോവലിന്റെയും സിനിമയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന 5 രഹസ്യമുണ്ട്. അത് ഞാൻ കണ്ടെത്തി. 1 തിന്മയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്ന നായകൻ. 2 നല്ല കാര്യങ്ങൾ നല്ല മനുഷ്യർക്ക് മാത്രം സംഭവിക്കുക, അതുപോലെ സംഭവിക്കുന്നതെല്ലാം മറ്റൊന്നുമായിട്ട് കണക്റ്റഡ് ആവുക. അടുത്തത് മനുഷ്യരുടെ ഇമോഷനെ ട്രിഗർ ചെയ്യുക. അവസാനം 5ാമത്തത് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ എത്ര ജനങ്ങളെ ഭയപ്പെടുത്തിയാലും ജീവിതത്തോടുള്ള പ്രതീക്ഷ ഒരിക്കലും പ്രേക്ഷകന് നഷ്ടപ്പെടാൻ പാടില്ല. അതൊരു കലാകാരന്റെ ഉത്തരവാദിത്തമാണ്. ഉറപ്പായിട്ടും എന്റെ സിനിമയിലെ ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിയിരിക്കും. അങ്ങനെ ഹീറോയുടെ ആദ്യത്തെ സിനിമ മൃഗം, അതിനുള്ള സ്ക്രിപ്റ്റിംഗ് തുടങ്ങാണ്. മലയാള സിനിമ കാണുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഒരു സിനിമ. അങ്ങനെ ശരിക്കും കഷ്ടപ്പെട്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് തീർക്കാണ്. അങ്ങനെ പ്രിന്റ് എടുക്കാൻ നമ്മുടെ സുനിലേട്ടൻ എടുത്ത് കൊടുക്കുമ്പോൾ 2 പ്രിന്റ് എടുക്കാണ്. ഒന്ന് നീ ഹാരിസ് ബഷീറിന് കൊടുക്കുക, മറ്റൊന്ന് ഞാൻ പൂജക്ക് കൊണ്ടുപോട്ടെ. നാളെയല്ലേ നിന്റെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയുടെ രാക്ഷസൻ എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലില് പ്രസന്റ് ചെയ്യുമ്പോൾ കാണികളൊക്കെ ഇംപ്രസ്ഡ് ആവാണ്. അപ്പോഴാണ് അവിടെ വിനീത് സാറിന് ഹീറോ കാണുന്നത്. ആകാശഗംഗയും വെള്ളി നക്ഷത്രം എടുത്ത അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇന്ന് എനിക്ക് അവാർഡ്
അവാർഡ് കിട്ടും. ഇനി ഉറപ്പായിട്ടും അദ്ദേഹം എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നത്. അപ്പോഴാണ് റിവ്യൂവർ ആനന്ദ് വന്നിട്ട് ഹീറോയ്ക്ക് കൈയും കൊടുത്ത് ഈ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് വർക്ക് നിന്റെ തന്നെയാ, കൺഗ്രാറ്റ്സ്. 200 ആളുകൾ അപേക്ഷ വന്നിട്ട് 15 പേരുടെ ഷോർട്ട് ഫിലിം സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും ബെസ്റ്റ് കലാസൃഷ്ടിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലെ വിജയ്ക്ക് കാഴ്ച ഫിലിം സൊസൈറ്റി ഹാരിസ് ബഷീർ ഗ്രൂപ്പ് നൽകുന്ന അവസരം ആദ്യ മലയാളം സിനിമയുടെ സംവിധാന ചാൻസ് ആണ്. അപ്പോൾ ആ ഒരു ചാൻസ് ലഭിക്കുന്നത് ഷെഖോസ് ഗഡ് എന്ന ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത അർജുൻ ഹരിദാസിനാണ്. നമ്മുടെ ഹീറോയുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോവാണ്. അങ്ങനെ അർജുന് ആ ഒരു അവാർഡ് നൽകാനായിട്ട് വിനീത് സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അർജുനോട് 2 വാക്ക് സംസാരിക്കുന്നു. എന്നാൽ അവനാണെങ്കിൽ ഒന്നും എനിക്ക് പറയാനില്ല, എല്ലാവരോടും താങ്ക്സ് മാത്രം. അപ്പോൾ രണ്ടാമത്തെ അവാർഡ് രാക്ഷസ് എന്ന ഷോർട്ട് ഫിലിമിന് വിനീത് മാധവൻ, അത് നമ്മുടെ ഹീറോയ്ക്കാണ്. അപ്പോൾ ഹീറോ തന്റെ മനസ്സ് പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ഷോർട്ട് ഫിലിം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. റിവ്യൂവറായ ആനന്ദ് സുധാകരനും അത് തന്നെയല്ലേ പറഞ്ഞ്. ഇനി ആനന്ദിന് തെറ്റിപ്പോയതാണോ? സ്റ്റേജിൽ കയറിയപ്പോ പ്രേക്ഷകർ മുഴുവനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കൈയടിച്ച് ഹീറോയെ വെൽക്കം ചെയ്യാണ്. ഉറപ്പായിട്ടുണ്ട് ഓഡിയൻസിനും ഹീറോയുടെ ഷോർട്ട് ഫിലിം തന്നെയാണ് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ എന്റെ ഷോർട്ട് ഫിലിം തന്നെയാണ് ദ ബെസ്റ്റ്. അങ്ങനെ ഹീറോയ്ക്ക് അവാർഡ് നൽകാനേ ആനന്ദ് സുധാകരൻ വിളിക്കുമ്പോൾ ആ കാഴ്ച കാണുന്ന അർജുനില്ലേ നല്ല രീതിയിൽ തന്നെ വേർക്കുന്നുണ്ട്. അപ്പൊ ആനന്ദ് ഹീറോയോട് ഇതിലും വലിയ കോമ്പറ്റീഷനാണ് നിനക്ക് സിനിമാ ഫീൽഡിൽ നേരിടേണ്ടി വരിക, എപ്പോഴും അങ്ങനെ ഫസ്റ്റ് ആവാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഹീറോയ്ക്ക് മൈക്ക് കൈമാറുന്നതിന് മുമ്പ് അർജുൻ ഓടി വന്നിട്ട് സോറി ഇന്റർഫിയർ ചെയ്താൻ തോന്നരുത്, പക്ഷേ ഈ ഒരു അവസരത്തിൽ 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന അറിയില്ല, വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര ക്ലാസിക് സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ ജീവിത സാഹചര്യം വെച്ച് ആദ്യമായിട്ടൊരു സിനിമ കാണാൻ പോകുന്നത് തന്നെ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷമാണ്. അങ്ങനെ ഒരാളായി എനിക്ക് ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള പ്രചോദനമായത് തന്നെ വിനീത് മാധവൻ എന്ന ഇദ്ദേഹമാണ്. അത്രത്തോളം എന്നെ ഇദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫാൻ ആയതുകൊണ്ട് ഓൾറെഡി ഫേസ്ബുക്കിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നാൽ ഇദ്ദേഹം റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എന്തായാലും ഈ വേദിയിൽ വെച്ച് വിനീതിനോട് തന്നെ മത്സരിച്ച് എന്റെ ഷോർട്ട് ഫിലിമിന് 1ാം സമ്മാനം വാങ്ങാൻ പറ്റിയത് എന്റെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കാണാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ അവാർഡ് ഞാൻ വിനീത് മാധവന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതായത് വിനീതിന്റെ ആ ഒരു കൈയടി മുഴുവനായിട്ട് അർജുൻ കയ്യിലാക്കാണ്. അങ്ങനെ ഹീറോയെയും അതുപോലെ ആനന്ദിന് കൈയും കൊടുത്തിട്ട് അർജുനോടൊന്ന് പോകുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയാതെ നമ്മുടെ ഹീറോ വിനീത് തരിച്ചു നിൽക്കുമ്പോൾ, അല്ല എനിക്ക് കിട്ടേണ്ട അവാർഡ് എന്തിനായിരിക്കും അർജുന് കൊടുത്തിട്ടുണ്ടാവുക? അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു വോയിസ് കേൾക്കുന്നത്, നീ നിരാശപ്പെടണ്ട, അവാർഡൊക്കെ നേരത്തെ അവർ ഫിക്സ് ചെയ്ത് വെച്ചതാ, കഴിവ് നോക്കിയിട്ടല്ല കണക്ഷൻസ് വെച്ചിട്ടാണ് ഇവിടെയെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നത്. സത്യം പറയാലോ താനായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഡിസേർവ് ചെയ്തത്. അപ്പൊ ഹീറോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ എന്താ, ആളുകൾക്ക് എന്റെ വർക്ക് ഇഷ്ടപ്പെട്ടെ, അവരുടെ ആ ഒരു കയ്യടി കണ്ടില്ലേ, അതിന് ആ കയ്യടിയും അവസാനം അവൻ തന്നെ കൊണ്ടുപോയില്ലേ. നിനക്കൊരു സത്യം അറിയാൻ ഇത്, അവൻ നിന്നെ ഇൻസ്പിറേഷൻ ആയിട്ട് കണ്ടിട്ടുമില്ല, നിനക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടുമില്ല, പക്ഷേ അവന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതുപോലെ നിന്നെ ട്രോളിയിട്ടാണെങ്കിലും നല്ല തമാശ പറയാനും അറിയാം. മെസ്സേജിന് നീ റിപ്ലൈ ചെയ്തിട്ടില്ലാന്ന് അവൻ ഇട്ടുകൊടുത്ത എന്താണെന്നറിയോ, നിന്നെ ഒരു അഹങ്കാരിയായി കാണിക്കാന്. അവനൊരു സാധാരണ അണ്ടർ ഡോഗാണെന്നും അഹങ്കാരിയുടെ മുകളിൽ ഇന്ന് ഷോർട്ട് ഫിലിമിൽ വിജയിച്ച് അവൻ എത്തിയെന്നും കാണിച്ചിട്ടാണ് അവസാനം നിനക്ക് കിട്ടിയ കൈയടി മുഴുവൻ അവൻ വാങ്ങിയിട്ട് പോയത്. വിനീത് തനിക്ക് നന്നായിട്ട് പേടിപ്പിക്കാൻ അറിയാം, തന്റെ ഷോർട്ട് ഫിലിം പൊളിയാണ്, എന്നാൽ എനിക്ക് ജനങ്ങളെ പേടിപ്പിക്കാൻ അറിയില്ല. ചിത്ര എന്നൊരു നോവൽ വെച്ച് ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറോ, എനിക്കറിയാം വൈക്കം ഡേവിഡിന്റെ നോവലല്ലേ, അത് തന്നെ. അതിലെ ഹീറോയിൻ ഹന ഷാജഹാനാണ്. സ്ക്രിപ്റ്റില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഹനയ്ക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. തനിക്കൊന്ന് ആ സ്ക്രിപ്റ്റിലെ കറക്ഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ? ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിലെ ഫേമസ് ആയിട്ടുള്ള ചില റൈറ്റേഴ്സിനെ ഞാൻ ഇരുത്തി നോക്കി. ചിലപ്പോൾ ആ സിനിമ വിജയിച്ചേക്കാം, പക്ഷേ എനിക്കതല്ല വേണ്ടേ. ഇനിയൊരു 100 വർഷം കഴിഞ്ഞാലും ആരും മറക്കാത്ത, എപ്പോഴും ഓർക്കുന്ന ആദ്യത്തെ ഒരു സിനിമയായിരിക്കണം, എല്ലാവരും പ്രശംസിക്കുന്ന, ഗ്രേറ്റ്നെസ്സോടെ കാണുന്ന ഒരു സിനിമ. അതാണ് എന്റെ ലക്ഷ്യം. തന്നെ പോലെ ഒരു ടാലന്റിന് മാത്രമേ എനിക്കത് തരാൻ കഴിയൂ. വിനീത്, നീ ചോദിക്കുന്ന എന്ത് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്നിട്ട് ചിത്ര എന്ന ആ ഒരു സ്ക്രിപ്റ്റ് ഹീറോയ്ക്ക് ഫോർവേഡ് ചെയ്യാണ്. അപ്പൊ ഹീറോ, സോറി, എന്റെ ഫേവറേറ്റ് നോവൽ തന്നെയാണ് ചിത്ര, പക്ഷെ എനിക്കിപ്പോ എന്റെ സിനിമ ചെയ്തേ പറ്റൂ. ഇനിയും വൈകിയാല് എന്റെ സബ്ജക്റ്റിന്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും താൻ എന്നെ വിളിച്ചാൽ മതി. FBയിൽ ഓൾറെഡി ഞാൻ തന്നെ ഫ്രണ്ടാ. സച്ചിൻ വൈക്കം ഡേവിഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോഴാണ് ഇതാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സച്ചിൻ തന്നെയാണ്. അപ്പോൾ സച്ചിനെ കുറിച്ച് ഹീറോ മനസ്സിലാക്കുമ്പോഴാണ് അർജുൻ ആരാണെന്ന് ഹീറോയ്ക്ക് വ്യക്തമാകുന്നത്. അതായത് അവൻ അടിമുടി ഒരു ഫ്രോഡാണ്. അവന്റെ തലയിലൂടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ പറയുന്നത്, എടാ മണ്ടൻ വിനീത്, നീ ഇപ്പൊ അഹങ്കാരിയായി, ഞാൻ വളരെ ഹമ്പിളായ ഒരു പയ്യനുമായി സിനിമയൊന്നും ചെയ്യാൻ വരല്ലേ, പോയിട്ട് വല്ല ഷോർട്ട് ഫിലിം ചെയ്യാൻ നോക്ക്. അവനെ വെറുതെ വിട്ടൂടാ. അങ്ങനെ സച്ചിൻ കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചുടൻ തന്നെ സച്ചിനെ വിളിച്ചിട്ട് ഞാൻ സിനിമ ചെയ്യാം, എന്നാൽ എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോഴേക്കും സച്ചിൻ മുമ്പിൽ വന്നിരിക്കുകയാണ്. വിനീതെ, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം പറ, എന്റെ ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. ഉടനെ തന്നെ കയ്യും കൊടുത്ത് ഡീൽ ഉറപ്പിച്ച് മോളിവുഡിലേക്ക് വെൽക്കം ചെയ്യാണ്. അങ്ങനെ വാഗമണിലുള്ള സച്ചിന്റെ അച്ഛൻ വാങ്ങിയ
ഒരു ബംഗ്ലാവ് കാണിച്ച് നമ്മൾ എടുക്കാൻ പോകുന്ന സിനിമയിലെ വിഷ്വൽസിന് ഒരു ഹോളിവുഡ് ടച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ക്യാമറമാനാ ഈ ബംഗ്ലാവ് സജസ്റ്റ് ചെയ്തേ. എന്റെ സിനിമ ഒരു മലയാളം സിനിമ പോലെ തോന്നാൻ പാടില്ല, റൈറ്റിംഗിലും അതിന്റെ ക്വാളിറ്റി വേണം. ഇനി അധികം സമയം നമുക്കില്ല. 20-ാം തീയതി തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹന്ന വരും. ഉടനെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ താനൊരു കാര്യം ചെയ്യ്, ഈ മാസം 10-ന് വാഗമണിലേക്ക് വാ. വരുമ്പോൾ 10 സീനെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ട് വാ. ബാക്കി സീൻ നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹീറോ 10 ദിവസം കഴിഞ്ഞ് സീനുമായിട്ട് ആ ബംഗ്ലാവിലെത്തിയപ്പോൾ ഫോണുമായി പോകുന്ന ക്യാമറമാനെയും വെള്ളടിച്ചിട്ട പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. അതുപോലെ വോക്സ് കമ്പനിയുടെ റീജിയണൽ ഹെഡായിട്ടുള്ള ഫയാസ്, ഇനി സച്ചിൻ എടുക്കാൻ പോകുന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ. ഫയാസ് കാണുമ്പോൾ എലിയാണെങ്കിലും കുറുക്കന്റെ ബുദ്ധിയാണ്. അങ്ങനെ ഫയാസിന് നമ്മുടെ വിനീതിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ എഴുതിയത് എനിക്കൊന്ന് വായിക്കാൻ പറ്റുമോ? അപ്പൊ സച്ചിൻ അതിനെ എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ വിനീതാണെങ്കിൽ അല്ല, സ്ക്രിപ്റ്റ് ഫുള്ള് കംപ്ലീറ്റാ. അപ്പൊ ക്യാമറമാനും കൺട്രോളറും കാലിപ്പില് ഈ എന്തിനാടാ ഫയാസിന് ഫുള്ള് സ്ക്രിപ്റ്റ് കൊടുത്തേ? ഇതുവരെ 5 സ്ക്രിപ്റ്റ് എഴുതി, എന്നാൽ ഒന്നും ഹനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതും കൂടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫയാസിന് ഈ പ്രൊജക്ടിനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും. അപ്പോഴാണ് ഫയാസില്ലേ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം സച്ചിനെ വിളിക്കുന്നത്. ഓൾറെഡി താൻ കാണിച്ച സ്ക്രിപ്റ്റില് ചെറിയ കറക്ഷൻസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, എന്നാൽ ഇതിപ്പോ സ്ക്രിപ്റ്റ് മൊത്തം മാറിയില്ലേ? ഇതില് ഹനയുടെ അപ്പൊ ക്യാമറമാൻ ആണെങ്കിൽ ഹനയെ ഒപ്പിയെടുക്കാനാ സൂപ്പർ സ്റ്റാർ സ്വരൂപിന്റെ സിനിമ വരെ കളഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നേ. അപ്പൊ ഹീറോ ജനങ്ങൾക്ക് ഫിയർ ഓഫ് അൺനോൺ, അതായത് ഇരുട്ടിനോട് തോന്നുന്ന പേടി, അടുത്ത് നിൽക്കുന്നത് പോലും ആരാണെന്ന് അറിയാത്ത ആ ഒരു ആങ്സൈറ്റി എനിക്ക് നിങ്ങൾ അയച്ചെന്ന സ്ക്രിപ്റ്റില് അതുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് സീനിൽ തന്നെ നായികയാണ് പ്രേതെന്ന് റിവീലായി. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ അതിനുള്ള റീസൺ ഫ്ലാഷ് ബാക്കും വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന് ഓഡിയൻസിന് നേരത്തെ പ്രഡിക്റ്റ് ആവും. പിന്നെ കൂടിപ്പോയി നിങ്ങൾക്ക് പറ്റിയ ജെംസ് കാരീസ് കാണിച്ചിട്ട് ജനങ്ങളെ പേടിപ്പിക്കാം, എന്നാൽ ശരിക്ക് ഭയപ്പെടുത്താൻ പറ്റില്ല. ശരിക്ക് പേടിച്ച് ഭയന്നിരിക്കണമെങ്കിൽ ഓഡിയൻസിന് അവസാനം വരെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആ ഒരു ആകാംക്ഷ നിലനിർത്തണം. അതുവരെ ഗോസ്റ്റിന്റെ രൂപം റിവീൽ ചെയ്യാനേ പാടില്ല. അതായത് ഈ സിനിമയില് നായികയില്ല. അവ കൺട്രോളർ ആണെങ്കിൽ അല്ല, ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നേ? സച്ചിനെ നിനക്കും എനിക്കും സമയം തീരെയില്ല. ഹനയുടെ ഡേറ്റ് കിട്ടുകൊണ്ട് മാത്രം ഈ സിനിമ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവൻ പറയുന്ന പോലെ മാറ്റാന് ഇതെന്താ ഇവനെടുക്കുന്ന ഷോർട്ട് ഫിലിമാ? അപ്പൊ ഫയാസ് നീ പറഞ്ഞ പോലെ ഹനയില്ല, എന്നാല് ഈ സിനിമ നടക്കുന്നത് സിറ്റിയിലല്ലേ, പിന്നെ ഇതെങ്ങനെ ഇവിടെ എടുക്കുക? അപ്പൊ ഹീറോ ഇത് ഇവിടെ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ക്യാമറമാൻ ആണെങ്കിൽ ഹോളിവുഡ് ലെവലെ ലൊക്കേഷൻ കിട്ടിയിട്ട് വെറുതെ കളയുന്നത് മണ്ടത്തര സച്ചിനെ. അപ്പൊ മാസമായിട്ട് ഇരുന്ന ഹീറോ ഈ സിനിമ നടക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സിറ്റിയിലാണ്. ആ സിറ്റിയിലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന തെരുവിലെ ഒരു വീട്ടിലെ 11 പേര് ഒരു രാത്രി അവരുടെ ജീവൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടി കിട്ടുന്നില്ലേ? അതാണ് ഈ കഥയുടെ സെല്ലിംഗ് പോയിന്റ്. അതൊരിക്കലും ഈ കുന്നുംപുറത്ത് ഒറ്റപ്പെട്ട ഈ വീട്ടില് ഇനി എത്ര പേര് ജീവനില്ലാതാക്കിയാലും ആ കഥയിൽ കിട്ടില്ല. നമ്മൾക്കെല്ലാവർക്കും സങ്കല്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തില് നമ്മുടെ തൊട്ടടുത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള പോലെയാണ് ഈ കഥയുടെ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് ഈ കഥയുടെ USP. ഈ ബംഗ്ലാവിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നോർമൽ ഒരു ഹൊറർ സ്റ്റോറിയിലപ്പുറം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴാണ് കൺട്രോളർ പറയുന്നത് സച്ചിൻ ഈ സിനിമയിലെ പ്രൊഡ്യൂസർ എന്ന പേര് വെച്ച് മാത്രം വന്നേ എല്ലാ സിനിമ ഇടുന്നത് ഹാരിസ് ബഷീറ. ഹന ഉള്ളത് കൊണ്ടാണ് ഹാരിസ് ബഷീർ ആ പൈസ ഇടുന്നത്. അവളില്ലെങ്കിൽ ആ 3 കോടി സച്ചിനെ നിന്റെ തറവാട് വിറ്റ് വേണം നീ ഇറക്കാന്. അപ്പൊ നീ ചിന്തിക്ക്, നിനക്ക് നിന്റെ വീടും സ്ഥലം വേണോ അല്ലെങ്കിൽ ഇവന്റെ ഈ കല വേണോന്ന്? അപ്പൊ സച്ചിൻ എന്റെ വീടും പറമ്പ് പോയാലും എനിക്ക് പ്രശ്നമില്ല, ലൊക്കേഷന്റെയും ഹീറോന്റെയും കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. സച്ചിൻ ചെയ്യാൻ പോകുന്ന ആദ്യ സിനിമ അതേ സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും. അപ്പൊ ഫയാസ് ആണെങ്കിൽ നിനക്കെന്താ സച്ചിനെ ഭ്രാന്ത? ഹീറോയോട് എനിക്ക് ഒറ്റ മാസം തന്നാൽ മതി, പൈസ ഞാൻ റെഡി ആയിക്കോളാം. ഹാരിസ് ബഷീർ പറഞ്ഞ 3 കോടി ഞാൻ ഇട്ടോളാം. അപ്പൊ ഫയാസ് അല്ല, നീ അങ്ങനെയാണ് തീരുമാനിക്കുന്നെങ്കിൽ വോക്സ് കമ്പനിയുടെയും എന്റെയും ഒരു ഹെൽപ്പും ഈ പ്രൊജക്റ്റിന് ഉണ്ടാവില്ല. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഇവിടെ ക്യാൻസൽ ചെയ്യാണ്. സിനിമയ്ക്കുള്ള 6 കോടി ബഡ്ജറ്റും നീ തന്നെ ഇറക്കിക്കോ. അപ്പൊ സച്ചിൻ ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും എന്റെ സിനിമ ചിത്ര ഞാൻ ഷൂട്ട് ചെയ്യും. വിനീത് ഒരു 2 മാസം ടൈം എനിക്ക് തന്നാൽ മതി. അപ്പോ എന്റെ പ്രൊഡക്ഷനിൽ നിന്റെ സിനിമ നമ്മൾ ചെയ്യും. അപ്പോ വിനീതിനെ പ്രൈവറ്റ് ആയിട്ട് ഫയാസ് വിളിച്ചിട്ട് സച്ചിന്റെ പൈസ കിട്ടിയിട്ട് സിനിമ തുടങ്ങാൻ 1 വർഷമെങ്കിലും എന്തായാലും കഴിയും. നിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അല്ലേ? മാറ്റി എഴുതിയ സ്ക്രിപ്റ്റ് ഉറപ്പായിട്ടും സൂപ്പർ ഹിറ്റാ. എന്നാൽ ഹനയെ പോലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ വെറുപ്പിച്ചാല് ഇൻഡസ്ട്രിയിൽ എന്റെ മാർക്കറ്റ് പോകും. എന്നാൽ വോക്സ് കമ്പനിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബെസ്റ്റ് ഹൊറർ ഫിലിം ചെയ്യാൻ വിനീതിന്റെ കൂടെ ചേരാൻ എനിക്ക് താല്പര്യമുണ്ട്. താൻ ഇൻട്രസ്റ്റഡ് ആണോ? അപ്പൊ സുജിയും സുലാടും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്താ പറഞ്ഞേ? എന്ത് പറയാന്? ഞാൻ നോ പറഞ്ഞു. അയാൾ എന്നോട് കാണിച്ചത് പോകരുതരല്ലേ? എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയത് തന്നെ സച്ചിനല്ലേ? എന്നിട്ട് സച്ചിനോട് നോ പറഞ്ഞിട്ട് അവരുടെ കൂടെ എങ്ങനെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുക? അപ്പൊ സുജി ചോദിക്കുന്നുണ്ട്, നിന്റെ പടം അപ്പോ എപ്പോഴാ ഇറങ്ങുക? സച്ചിന്റെ പടം ഈ വർഷം തീരും. അത് കഴിഞ്ഞ ഉടൻ എന്റെ സ്ക്രിപ്റ്റില് എന്റെ പടം. അതയാൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഒരു നല്ല സംവിധായകനാവണമെങ്കിൽ ആദ്യം ഒരു നല്ല മനുഷ്യനായേ പറ്റും. ഇപ്പൊ എനിക്ക് 23 വയസ്സ്. ഇനിയും എനിക്ക് ചാൻസ് ഉണ്ട്. 1 മാസത്തിനുള്ളിൽ ചിത്ര സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കും. എന്നാൽ 1 വർഷം കഴിഞ്ഞു. ഹീറോയെ കുറപ്പായി ഫയാസ് പറഞ്ഞതായിരുന്നു ശരി. 1 മാസമല്ല 1 വർഷം കഴിഞ്ഞിട്ടും സച്ചിന് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതേ സമയത്ത് അർജുൻ ഹരിദാസിലെ അവന്റെ സിനിമ ചെയ്തിട്ട് അത് റിലീസ് ആവാനായി. സിനിമയുടെ പേര് ആഫ്റ്റർ പാർട്ടി. എന്ത് കൊണച്ച പേരായത്? അപ്പോഴാണ് ഹീറോയ്ക്കൊരു മെസ്സേജ് വരുന്നത്. അർജുന്റെ വോയിസ് ആണ്. എടാ എന്റെ സിനിമയുടെ ഫൈനൽ എഡിറ്റ് കഴിഞ്ഞു, എന്നാൽ എനിക്കൊരു ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല. അപ്പൊ ഒരു 3rd പേഴ്സൺ ഒപ്പീനിയന് വേണ്ടിയിട്ട് വിനീതിന്
നമുക്കിനി മൂവി ഒന്ന് കാണാൻ പറ്റുമോ? തന്നെ കാണാൻ അങ്ങോട്ട് ഞാൻ വരാം. അപ്പൊ ഹീറോ ഈ പടത്തിന്റെ ജോണർ എന്താ? അത് സസ്പെൻസ് ആണ്. 2 വർഷമായി ഞാൻ ഈ കഥയുടെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് എന്തോ ഒരു മെയിൻ തിങ് ഈ കഥയിൽ മിസ്സായിട്ട് തല പുകഞ്ഞാലോചിച്ച് നടക്കുമ്പോഴാണ് നിന്റെ ഷോർട്ട് ഫിലിമിലെ രാക്ഷസൻ അത് അന്ന് ആ ഫെസ്റ്റിവൽ വെച്ച് കാണുന്നത്. അപ്പോഴാണ് ഈ കഥയ്ക്ക് ഒരു മോൺസ്റ്റർ ആംഗിൾ കൊണ്ടുവന്നാലോ എന്ന് ഒരു തോന്നൽ വരുന്നത്. പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഞാൻ പ്രതീക്ഷ പോലെയാണെങ്കിൽ മലയാളത്തിൽ ഇതൊരു ഫ്രഷ് ആയിട്ടായിരിക്കും. എന്നാൽ അത് കേൾക്കുമ്പോൾ വിനീതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഇടർച്ചയുണ്ട്. അപ്പോഴാണ് നമ്മുടെ വിനീതിനോട് നമുക്ക് കല്യാണം കഴിച്ചാലോന്ന് ചോദിച്ച ആക്ട്രസിലെ ആന, അവള് അർജുനുമായിട്ട് ഡേറ്റിംഗിലാണ്. അപ്പൊ അർജുൻ, വിനീത് നീ സമാധാനത്തിൽ ഇതൊന്ന് കാണ്, ഞാൻ അവളെ ഒന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. തന്റെ ഷോർട്ട് ഫിലിംസ് ആണ് എനിക്ക് ഈ കഥയിൽ ഒരു ഇൻസ്പയർ ആയത്. ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, താനൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടും. 100% സത്യസന്ധമായുള്ള അഭിപ്രായമാണ് താൻ പറയാൻ, ഇഷ്ടമായാലും ഇല്ലെങ്കിലും. അങ്ങനെ നമ്മുടെ ഹീറോയിലെ ആ ഒരു സിനിമ കാണുമ്പോൾ തന്റെ സ്വപ്നങ്ങള്, മലയാളത്തിലെ ആദ്യത്തെ മോൺസ്റ്റർ ഫിലിം, അതുപോലെ ഇതുവരെ താൻ ചെയ്ത ഷോർട്ട് ഫിലിംസ്, എല്ലാ റെഫറൻസും അതുപോലെ ആ കഥയിലുണ്ട്. അപ്പൊ അർജുൻ, എങ്ങനെയുണ്ട്, കണ്ടു കഴിഞ്ഞോ? ഇത് നിന്റെ കഥയാന്ന് പറയില്ല, ഞാൻ എടുത്തു വെച്ച പോലെയുണ്ട്. എന്റെ വിഷ്വലൈസേഷൻ, കളർ ടാലന്റ്, മ്യൂസിക് ഇല്ലാത്ത സൗണ്ട് ട്രീറ്റ്മെന്റ് എല്ലാം നീ എടുത്തു. ഇനി എനിക്ക് എന്റെ സിനിമ ചെയ്യാൻ പറ്റില്ല. നാളെ അർജുൻ ഹരിദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫിലിം മേക്കറായിട്ട് ജനങ്ങൾ എന്നെ കാണും. അപ്പൊ അർജുൻ, നീ എന്തേ പറഞ്ഞു വരുന്നേ? നിന്റെ കഥ ഞാൻ മോഷ്ടിച്ചെന്നോ? കഥയായിരുന്നു നീ മോഷ്ടിച്ചിരുന്നെങ്കിൽ നീ എന്നോട് ചെയ്യുന്ന ചതി മാത്രമേ ഉള്ളായിരുന്നു. ഒരു സിനിമ കഴിയുമ്പോൾ പതിയെ പതിയെ എനിക്ക് മറക്കാൻ പറ്റിയാനെ. ഇതിപ്പോ നീ എന്നെ ഡിസ്ട്രോയ് ചെയ്തു. അപ്പൊ അവനാണെങ്കിൽ, വിനീത ഇതൊക്കെ നിനക്ക് തോന്നിയ ആക്സിഡന്റലി സംഭവിച്ചതാ. 2 വർഷമായി ഈ സ്ക്രിപ്റ്റ് ഞാൻ തീർത്തിട്ട് അതിലേക്ക് നിന്റെ മോൺസ്റ്റർ ആംഗിൾ ഞാൻ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സിനിമ ആദ്യം ചെയ്യാൻ പറ്റിയത് അതെന്റെ ഭാഗ്യം. അപ്പൊ ഹീറോ, ഞാൻ വീണ്ടും പറയാണ്, കഥ മാത്രല്ല മോഷണം, ഒരു സംവിധായകന്റെ ശൈലി, അതും ആദ്യ സിനിമ പോലും ചെയ്യാത്ത ഒരു സംവിധായകന്റെ ശൈലി മോഷ്ടിക്കുന്നത് അത് അയാളെ കൊല്ലുന്നതിന് തുല്യമാണ്. എന്നാൽ ഒരു കോടതിയിലും എനിക്കിത് തെളിയിക്കാൻ പറ്റില്ല. ഈ ഒരു സിനിമ അത് ബ്ലോക്ക് ബസ്റ്റർ തന്നെയാ. അത് നിനക്ക് ഉറപ്പില്ലെങ്കിലും എനിക്ക് ഉറപ്പാ. കാരണം ഈ കഥയുടെ സത്ത് അത് എന്റെ ഉള്ളിലുണ്ടായതാ. എന്തായാലും കൺഗ്രാറ്റുലേഷൻ. എന്നിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അങ്ങനെ അർജുന്റെ സിനിമ റിലീസ് ആവാണ്. റിവ്യൂവർ ആയിട്ടുള്ള ആനന്ദ് ഇതുപോലെ മലയാളത്തിൽ ഞെട്ടിച്ച ഒരു പുതിയ സംവിധായകൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അവനെ പൊക്കി അടിക്കുമ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അർജുന്റെ സിനിമയും നിന്റെ കോൺട്രിബ്യൂഷൻ ആണല്ലേ, അപ്പോ അവനെ തോപ്പിക്കണമെങ്കിൽ നമുക്ക് ചിത്ര എന്ന നോവല് മതിയാവില്ല. അങ്ങനെ പുതിയ ഒരു സ്റ്റോറി കൊടുത്തിട്ട് ഇതിലെ കഥ നമുക്ക് വേണമെന്നില്ല, എന്നാല് മെയിൻ കോൺസെപ്റ്റ് USP നമ്മൾ എടുക്കണം. ഇതില് നീ ഒന്ന് കൈവച്ച് ഡെവലപ്പ് ചെയ്താലേ ഉറപ്പായിട്ടും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഫണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നീ എഴുതി തീർക്കുകയാണെങ്കിൽ അടുത്ത മാസം നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹീറോ, ഞാനതിനിത് വായിക്കില്ല. വിനീത് മറ്റൊരാളുടെ കഷ്ടപ്പാടാണോ ഒരുത്തം തട്ടിയെടുത്തെന്ന് ഇവിടെ ആരും അന്വേഷിക്കില്ല. അയാളുണ്ടാക്കിയ സൃഷ്ടി നല്ലതാണെങ്കിൽ അതിനവര് പല കാരണം കണ്ടെത്തും. നിന്നെ മോഷ്ടിച്ച അർജുൻ ഹരിദാസില്ലേ, അവൻ ആരാണെന്ന് നീ നോക്കിയാല് നിനക്കതിപ്പോ മനസ്സിലാവും. ഫൈനൽ റിസൾട്ട് മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഹീറോയുടെ മനസ്സ് പറയുന്നുണ്ട്, സച്ചിൻ പറഞ്ഞ സത്യം തന്നെയാ. എന്നെ മോഷ്ടിച്ച അർജുൻ ഹരിദാസിന് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അവൻ ഉയരങ്ങളിലേക്ക് പോയിട്ടേ ഉള്ളൂ. ഇതുവരെ ഞാൻ കരുതിയതൊക്കെ തെറ്റായിരുന്നു. എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ കഷ്ടപ്പാട് മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കില്ല. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഫേസ്ബുക്കിലെ അർജുന്റെ ഒരു പോസ്റ്റ് വായിക്കുന്നത്. നമ്മൾ ഒരു കാര്യം വളരെ ഡീപ്പായിട്ട് ആഗ്രഹിച്ചാല് ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ ഡെസ്റ്റിനിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി. അതും നമ്മുടെ ഹീറോയുടെ കോട്ട് തന്നെയാണ്. അപ്പൊ ഹീറോ ഉറപ്പിക്കുകയാണ്, ഇതാണ് എന്റെ വിധിയെങ്കിൽ ആ വിധി കൽപ്പിച്ച ദൈവത്തിലും വിധിയിലും ഇനി മുതൽ എനിക്ക് വിശ്വാസമില്ല. എന്റെ തീരുമാനങ്ങളാണ് എന്റെ വിധി എഴുതുന്നത്. സച്ചിനോട് ഞാൻ കാണിച്ച ലോയൽറ്റിയിലാണ് എനിക്ക് പിഴച്ച. ആ 1 വർഷമാണ് എന്റെ വിധി മാറ്റിയ. ഇനി എനിക്ക് ആരോടും ലോയൽറ്റി ഇല്ല. ഒരു മനുഷ്യനെയും എനിക്ക് വിശ്വാസവും ഇല്ല. ഒരു ചൂഷണത്തിനും എന്നെ ഞാനിനി വിട്ടുകൊടുക്കൂല്ല. എന്റെ തലവര ഞാൻ തന്നെ വരയ്ക്കാൻ പോവാണ്. മലയാളത്തിലെ യങ്ങസ്റ്റ്, ദ ഫൈനസ്റ്റ് ഹൊറർ മേക്കർ അത് ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ ഫയാസിനെ വിളിച്ചിട്ട്, സാറിന്റെ ഓഫർ ഇപ്പോഴും ഓപ്പൺ ആണെങ്കിൽ ഞാൻ റെഡിയാണ്. അതിന് എനിക്ക് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, എന്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാനല്ലാതെ ക്രൂവില് വേറെ ആരും അറിയാനും പോകുന്നില്ല, വായിക്കാനും പോകുന്നില്ല. എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ നേരിട്ട് പറയും. എനിക്ക് ഒരാളെയും ട്രസ്റ്റ് ഇല്ല. 2, സിനിമയുടെ ഷൂട്ട് മുതൽ അവസാന ഫൈനൽ കട്ട് വരെ എല്ലാം എന്റെ മാത്രം ഡിസിഷൻ ആയിരിക്കും. സ്റ്റുഡിയോയുടെ ഭാഗത്തുനിന്ന് ഒരു ഇന്റർഫിയർ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഫയാസ്, എനിക്ക് സ്വരൂപിന്റെ ഡേറ്റ് ഉണ്ട്. അവന് പറ്റുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിന്റെ കണ്ടീഷനൊക്കെ ഞാൻ റെഡിയാണ്. എന്നിട്ട് ഹീറോ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ വിനീത് മാധവന് പുതിയൊരു ഐഡന്റിറ്റി ആയിരിക്കും. ഞാൻ ഇതുവരെ വിശ്വസിച്ചൊക്കെ തെറ്റായിരുന്നു. ഈ ലോകം അൺഫെയർ ആണ്. അത് എന്റെ കഥകളിലും സിനിമയിലും പ്രതിഫലിക്കണം. അങ്ങനെ സ്വരൂപിന് വെച്ച് ആദ്യ സിനിമ മനുഷ്യൻ നമ്മുടെ ഹീറോ കംപ്ലീറ്റ് ചെയ്യാണ്. അതിന്റെ കോപ്പി സ്റ്റുഡിയോയിലിരുന്ന് സ്വരൂപ് കണ്ടപ്പോ അവസാന സീനിലെ എന്റെ കാലിന്റെ കുഴ തെറ്റിയിട്ട് ബെഡിലായപ്പോ മിഷ്കിന്റെ സിനിമയിലെ ഒരു വില്ലൻ റോളാ എനിക്ക് നഷ്ടമായ. അന്നു മുതൽ ഇന്ന് വരെ ഈ സിനിമയെ ഞാൻ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. 23ാമത്തെ വയസ്സിൽ നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. ഇതിലൊരു ഭാഗമാവാന് അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഫയാസ്, ഇന്നത്തെ റിലീസിന്റെ ഒക്കെ ഒരു ചൂടും തണുത്തു തുടങ്ങുമ്പോൾ അടുത്ത മൺഡേ തന്നെ നമുക്ക് റിലീസ് ലോക്ക് ചെയ്യാം. എഡിറ്റൊക്കെ പക്കയാണ്. അപ്പൊ ഹീറോയുടെ മനസ്സിൽ അങ്ങനെ സച്ചിന്റെ ചിത്ര എന്ന മൂവി ഇന്ന് റിലീസാവാണ്. പിന്നെ കൂടെ ഏതോ ഒരു ചെറിയ പടം, വേറെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പോൾ പിന്നിൽ നിന്ന് ആ ഒരു പടം കണ്ടുകൊണ്ടിരുന്ന ഫ്രണ്ട്
സിജിയോടും സുനിലിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, സംഭവം കൊള്ളാം. എന്നാൽ അവരുടെ മുഖത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പൊ ഹീറോ എന്താ കഥ ഇഷ്ടായിട്ടില്ലേ? ഒരു പ്രശ്നമില്ല, ദൈവത്തിനോട് പോവാൻ പറ. അപ്പോഴാണ് ഫയാസ് ദൈവത്തിനെ കുറിച്ച് അറിഞ്ഞോ? അപ്പൊ ഹീറോ അല്ല നിങ്ങൾ ഏത് ദൈവത്തിനെ കുറിച്ച് പറയുന്നേ? ചിത്രം കാണാൻ പോയപ്പോ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ അടുത്തുണ്ടായിരുന്ന തിയേറ്ററിലെ ഒരു ചെറിയ പടത്തിന് നമ്മൾ കയറി, അതിന്റെ പേരാണ് ദൈവം. കണ്ടു തുടങ്ങിയപ്പോ തട്ടിക്കൂട്ടെന്ന് കരുതിയേ, എന്നാല് പടം കൊള്ളായിരുന്നു. എടാ വിനീത്, സംഭവം വേറൊന്നുമല്ല, ആ പടം ചെറുതായിട്ട് നിന്റെ പടം പോലെ തന്നെയുണ്ട്. എന്നാല് നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ സിനിമ മനുഷ്യൻ ഇത് തന്നെയാ ബെറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ ഹീറോയും ക്രോവും ആ ഒരു സിനിമ കണ്ടപ്പോ തന്റെ അതേ കോൺസെപ്റ്റ്, അതേ ഐഡിയ. അപ്പോ സങ്കടം വന്ന സ്വരൂപില്ലേ, ഞാനൊന്ന് മാറിയിരുന്ന് കരട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോ വിനീത് മനസ്സ് പറയുന്നുണ്ട്, ഒരു കാരണവുമില്ലാതെ ജീവിതത്തില് ഇതുപോലെ സാമ്യതകള് സംഭവിക്കാറുണ്ട്. ഈ ഒരു സിനിമക്കാര് കൊളുത്തിയപ്പോ എന്റെ സിനിമയുടെ കോൺസെപ്റ്റ് അത് വാല്യൂ ഇല്ലാതെയായി. ഉറപ്പായിട്ടും വിജയിക്കുന്ന കരുതിയ സച്ചിന്റെ സിനിമ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. സച്ചിന്റെ തോൽവിയുടെ കാരണം സച്ചിൻ തന്നെയാ, അവന് പണിയറിയില്ല. അപ്പോ ഫയാസ് ആണെങ്കിൽ 25 തിയേറ്ററിൽ മാത്രം ഇറങ്ങിയ ഒരു ലോ ബഡ്ജറ്റ് മലയാള സിനിമ ഇപ്പോ 125 തിയേറ്ററിൽ ഓടുന്നത്. സച്ചിന്റെ ചിത്ര ഹൈ ബഡ്ജറ്റ് പടം പോലും പിടിച്ചു നിന്നില്ല. അവനിപ്പോ സിനിമ നിർത്തിയിട്ട് പഴയ ലോ ഫേമില് ജോലി കയറാൻ പോവാ. അപ്പൊ വിനീത്, അങ്ങനെയാണെങ്കിലേ എന്റെ സിനിമയും ഉറപ്പായും പൊട്ടും. വിനീതെ, നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, സിമിലാരിറ്റി ഉണ്ട് എന്നുള്ള സത്യം തന്നെയാ. എന്നാലും നമുക്കത് എഡിറ്റിംഗിൽ നേരെയാക്കാം. വോക്സ് സിനിമാസിന്റെ മാസ്റ്റർ കാർഡ് നിനക്ക് ഞാൻ തരാം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. എന്നാലും മറ്റന്നാള് നമ്മുടെ സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ആയിരിക്കണം. അപ്പൊ ഹീറോ, എനിക്ക് ഈ സിനിമ റീഷൂട്ട് ചെയ്യണം. അപ്പൊ ഫയാസ് ചിരിച്ചോണ്ടിരിക്കുമ്പോ, എത്ര സിനിമകൾ ഇതുപോലെ സെറ്റ് തകർന്നിട്ടും ആക്സിഡന്റ് പറ്റിയിട്ടൊക്കെ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് വിനീത്. ഇനി ഈ സിനിമക്ക് വേണ്ടി ₹1 ചെലവാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഹീറോ, ഈ സിനിമ ഇങ്ങനെ ഇറക്കി ഉറപ്പായും പൊട്ടും. റീഷൂട്ട് ചെയ്താല് നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ്, ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും. 5 കോടിയുടെ നഷ്ടം വേണോ, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം കൂടി ഇട്ടിട്ട് 10 കോടിയുടെ ലാഭം വേണോ? അപ്പൊ ഫയാസ്, ഒരു 10 ദിവസത്തില് നീ ഷൂട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ തീർത്തോ. അപ്പോഴാണ് ഫയാസിന്റെ കോള് വരുന്നത്, ഒരു കാർ ആക്സിഡന്റ്. ആർക്കാ നോക്കുമ്പോ നമ്മുടെ വിനീത് ഷൂട്ട് ചെയ്ത സിനിമയുടെ നായകനായിട്ടുള്ള സ്വരൂപ് തന്നെ. അങ്ങനെ ആ മരണച്ചടങ്ങിലേക്ക് നമ്മുടെ അർജുൻ വരുമ്പോ, ആഫ്റ്റർ പാർട്ടി എന്ന നെക്സ്റ്റ് നിങ്ങളുടെ മൂവിയുടെ അപ്ഡേറ്റ് ഉണ്ടോ? അത് കേൾക്കുമ്പോ ഹീറോ, അതവനെങ്ങനെ ചെയ്യാ, അതിന് എന്റെ ശൈലി വേണ്ടേ, അവന്റെ കലത്തില്ലല്ലോ. അതുപോലെ സച്ചിനാണെങ്കിൽ അവന്റെ അച്ഛന്റെ പേരിൽ കിട്ടിയ ആ ഒരു വില പോലും ചിത്ര എന്ന സിനിമ പൊട്ടിയതോടെ അവന് കിട്ടാതെയായി. എന്നാൽ ഈ കാര്യമൊന്നും എന്നെ ബോധറിയുന്നില്ല. കാരണം എന്റെ സിനിമ മനുഷ്യൻ ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ദൈവമെന്ന സിനിമ ഇറങ്ങാനും അതിൽ സിമിലാരിറ്റി വരാനും സ്വരൂപ് മരണപ്പെടാനുള്ള കാരണം ഇവരൊന്നുമല്ലല്ലോ. അത് ഈ ഭൂലോകത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്നാണ്. അത് വിധിയാണ്. എന്റെ ശത്രുവും അതേ വിധി തന്നെ. എന്നാൽ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോഴാണ് അവന്റെ പഴയ ലവർ ആനയില്ലേ ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ട് കൈയും കൊടുത്ത് പോകുന്നത്. അവ ഫയാസ്, അവളങ്ങനെ പറഞ്ഞെന്തെന്നറിയോ, നമുക്ക് പഠിച്ചിട്ടുള്ളത് ഒരു ലോട്ടറി തന്നെയാ. അതായത് ആക്ടർ സ്വരൂപിന്റെ അവസാനത്തെ സിനിമയാണ് നീ ഇപ്പോ ഡയറക്റ്റ് ചെയ്തേ. ഈ അവസ്ഥയില് ഏത് സിനിമയാണെങ്കിലും ഉറപ്പായിട്ടും ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. നീ ഒരു ഹിറ്റ് സിനിമയുടെ ഡയറക്ടർ ആയി കഴിഞ്ഞു വിനീത്. അപ്പൊ വിനീത്, എനിക്ക് പറ്റില്ല, നമുക്ക് വേറൊരു ആക്ടറെ വെച്ച് ഈ സിനിമ റീഷൂട്ട് ചെയ്യാം. സ്വരൂപിന്റെ സിമിലാരിറ്റി കൊണ്ടുവന്നാൽ മതി. എന്നാൽ ഫയാസ്, ഈ ഒരു അവസരം ബിസിനസ്സുകാരനായി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവ പോകുന്നതിന് മുമ്പ് അർജുൻ, നിനക്ക് ചുളിവില് ഒരു സൂപ്പർ ഹിറ്റ് കിട്ടില്ലടാ. അപ്പൊ സച്ചിൻ, ഇവൻ ചത്തതുകൊണ്ട് നിന്റെ പടം ചിലപ്പോ സൂപ്പർ ഹിറ്റ് ആവും. എന്നാല് ജനങ്ങള് ഏറ്റവും മഹത്വമുള്ള ഒരു ഡയറക്ടറായിട്ട് നിന്നെയും കാണില്ല, എന്നെ ഓൾറെഡി കാണുന്നില്ല. അപ്പൊ ഹീറോ, എന്റെ എഫേർട്ട് കൊണ്ട് എനിക്ക് സൂപ്പർ ഹിറ്റ് മതി, അല്ലാതെ ചുളിവില് എനിക്ക് അങ്ങനെയൊന്നും വേണ്ട. പോകുന്നതിന് മുമ്പ് ഫയാസിനോട് പറയുന്നുണ്ട്, ഈ സിനിമയുടെ എഡിറ്റിംഗ് അതോറിറ്റി ഞാനാണ്, റീഷൂട്ട് ചെയ്യാതെ റിലീസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഇത് എന്റെ ജീവിതമാണ്. അങ്ങനെയാണോ? എന്നാ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ ഒരു വക്കീലിനെ കൊണ്ട് കേസ് കൊടുക്കുക. ഇത് ഒരു ബിസിനസ് മാത്രം, നീ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഹീറോ, അങ്ങനെ നാട്ടുകാർ മൊത്തം കണ്ട കഥ എന്റെ പേരിൽ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തനിക്ക് ഈ സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് തന്റെ FB പോസ്റ്റിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ജനങ്ങളെ വിനീത് അറിയിക്കുകയാണ്. അപ്പോൾ കലിപ്പായി ഫയാസ് വിളിച്ചിട്ട്, വിനീതെ, നീ ഇപ്പോ ഒരു ഡയറക്ടറെങ്കിലും ആണ്. ആ പോസ്റ്റ് നീ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അതിലൊരു സ്ഥലത്തും നിന്റെ പേരിന് കാണില്ല. നീ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവില്ല. നീ കാണാത്ത സിനിമയുടെ എല്ലാ അധികാരമുള്ള ഒരു സൈഡ് എനിക്കുണ്ട്. ഇനി അതല്ലെങ്കിൽ നിനക്കൊരു ഓപ്ഷൻ ഞാൻ തരാം. നീ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ അയക്കുന്ന ക്യാപ്ഷനോടെ റീപോസ്റ്റ് ചെയ്യാം. നീ ഇതുവരെ മനസ്സിൽ കണ്ട ഒരു സിനിമയല്ല ഇതെന്ന് എനിക്കും നിനക്കും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ സ്വരൂപിന്റെ സിറ്റുവേഷൻ വെച്ച് ഓൾറെഡി നീ ഒരു ഹിറ്റ് സിനിമയുടെ പ്രൊഡ്യൂസറായി. നിനക്ക് ഞാൻ ഒരു വാക്കുകൂടി തരാം. നിനക്ക് വേണ്ടി അടുത്ത സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അത് നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്യേ. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല വിനീത്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഹീറോ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്, എന്റെ വിധി ഞാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു സിനിമ ഡയറക്ടർ ചെയ്ത് മാത്രമല്ല, അതിന്റെ പിന്നിൽ ആയിരങ്ങളുടെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ വിനീത് അവനെ ഒരു അഹങ്കാരിയായിട്ട് സൊസൈറ്റി കാണാൻ തുടങ്ങാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ഞെട്ടി എഴുന്നേൽക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഡോക്ടറോട്, ഇനി എത്ര നാൾ ഞാനുണ്ടാവും? എനിക്ക് ബ്ലഡ് ക്യാൻസറാ, അതിന് മാത്രമൊന്നുമില്ല, ഒന്ന് BP കുറച്ച് കൂടിയിട്ട് ബോധം പോയതാ. അപ്പോഴാണ് തൊട്ടരികില് ഒരു പോലീസുകാരൻ വന്നിട്ട് ഫായിസ് മുഹമ്മദിന്റെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചതായിട്ട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. 3.5 കോടിയാണ് അവരുടെ നഷ്ടം. അപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ഡോക്ടർ, വിനീത്
ഇതിലും ഭേദമില്ലേ, നിനക്കൊരു ലക്ഷ്യം ഇല്ലാതിരുന്നതായിരുന്നു. അങ്ങനെ സൊസൈറ്റിയും റിവ്യൂവേഴ്സ് ഒക്കെ ഇനി വിനീത് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും മനസാക്ഷിയുടെ കോടതിയിൽ ഒരു നീതി നിനക്കില്ല. അങ്ങനെ വിനീതിനെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കാനുള്ള നീക്കങ്ങൾ നടക്കാണ്. ആ ഒരു സിറ്റുവേഷനും അർജുൻ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരിക്കലും ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൂവ് നടത്തില്ലായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു വന്നിട്ടാണ് ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. സംഘടനയുടെ വിലക്കൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അതൊക്കെ വീട് പണയം വെച്ച് സിനിമ എടുക്കാൻ വരുന്ന ആളുകളുടെ മാത്രം പ്രശ്നമാണ്. നീ ചിന്തിക്കുന്നതിലും അധികം പണക്കാരനാണ്. വിനീത്, നിന്റെ അടുത്ത സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഹീറോ, അതിന് താനാരാ? അതിനിവിടെ പ്രസക്തിയില്ല. നീ വിനീത് മാധവൻ ആയതുകൊണ്ടും നിന്റെ മാസ്റ്റർ പീസ് ഞാൻ കണ്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അതായത് മനുഷ്യനെന്ന സിനിമ. അതെപ്പോ താൻ കണ്ടുവെന്നോ? താൻ ഡിലീറ്റ് ചെയ്യുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ്. നിനക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാലന്റ് ഉണ്ട്. അപ്പോ എന്റെ തല പുകയ്ക്കുന്ന ഒരു കഥയുമായിട്ട് വാ വിനീത്. അപ്പൊ കലിപ്പായിട്ട് ഹീറോ, താൻ ഫോൺ വെച്ചിട്ട് പോയടോ. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിനീത് കാണിച്ചു വെച്ചേ? ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റാതെ എത്ര ആളുകളെ പുറത്തുള്ളേ? ആഗ്രഹമൊക്കെ അത്യാഗ്രഹം വേണോ? അത്യാഗ്രഹം ആണെങ്കിൽ അങ്ങനെ എനിക്കൊരു സാധാരണ ഫിലിം മേക്കർ ആയാൽ പോരാ, ഇന്ത്യ കണ്ടതില് ഏറ്റവും ബെസ്റ്റ് ഫിലിം മേക്കർ ആവണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ ഉറപ്പായിട്ടും പോകും. അപ്പോൾ ഫ്രണ്ട് സിജി പറയുന്നുണ്ട്, വിനീത്, സംഘടനയിൽ വിലക്ക് വന്നാല് നിനക്ക് മലയാളത്തില് ഒരു സിനിമ പോലും ഇനി ചെയ്യാൻ പറ്റില്ല. സംഘടന വിലക്ക് പാസ്സാക്കില്ല. 3.5 കോടി കൊടുത്താൽ പോരെ? കൊടുക്കും. അർജുനാണെങ്കിൽ അടുത്ത സിനിമ ചെയ്യാനുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹീറോയുടെ ആദ്യ കഥ മൃഗം, അതിന്റെ മറ്റൊരു കോപ്പി സുനിൽ എടുത്തു വെച്ചിരുന്നില്ലേ? അതുമായിട്ട് അർജുനെ കാണാൻ വന്നിട്ട്, നീ കാരണം മുടങ്ങിപ്പോയ എന്റെ ആദ്യത്തെ സിനിമ ഇത്, എന്റെ 1 വർഷത്തെ അധ്വാനം ഒന്ന് റീവർക്ക് ചെയ്തെടുത്താല് നിന്റെ ആഫ്റ്റർ പാർട്ടി എന്ന ആദ്യ ഭാഗത്തിനേക്കാളും 2ാം ഭാഗത്തിനുള്ള സ്ട്രെങ്ത് ഈ സ്ക്രിപ്റ്റിനുണ്ട്. എന്റെ ശൈലി നിനക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഇത് അതേപോലെ കോപ്പി അടിക്കുന്നതായിരിക്കും നിനക്ക് നല്ല. എന്നാൽ ഇതിന് ഞാൻ ഒരു വില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അർജുൻ ഫയാസിനെ വിളിച്ചിട്ട് 8 കോടിയിലേറെ പ്രീ ബിസിനസ് ഉള്ള ആഫ്റ്റർ പാർട്ടി 2 എന്ന എന്റെ കഥ ഫയാസെ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാം. അതിന് എനിക്ക് ആ ഒറ്റ കാര്യം ചെയ്തെന്നാൽ മതി. വിനീതിന്റെ പേരിലുള്ള പരാതി പിൻവലിക്കണം, ഒരു സംഘടനാ വിലക്കും പാസ്സാക്കാനും പാടില്ല. പിന്നെ എന്റെ റെമ്യൂണറേഷന് പകരം പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് എഴുതാം. അങ്ങനെ ഫയാസിനെ കൺവിൻസ് ചെയ്തിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഇത് നിന്റെ ക്രിയേഷനാണ്, ഒരിക്കലും പുറം ലോകം അറിയാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ റിസ്ക് എടുക്കുന്നത്. എന്നാൽ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ. അങ്ങനെ സംഘടനയിൽ വെച്ച് പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാവാണ്. കൂടുതൽ ആളൊക്കെ പോയപ്പോൾ ഫയാസ് പറയുന്നുണ്ട്, എനിക്ക് നഷ്ടമായ പൈസ എനിക്ക് തിരിച്ചു കിട്ടും, എന്നാൽ നമ്മൾ തമ്മിലുള്ളത് ഒന്നും ഒത്തുതീർപ്പാവില്ല. നിനക്കിപ്പോ അപ്രഖ്യാപിത ബാനാണ്, അതായത് ഷാഡോ ബാൻ. അവര് ചിരിച്ചുകൊണ്ട് പോയതൊന്നും നീ നോക്കണ്ട. ഇനി ഒരു പ്രൊഡ്യൂസറും അതുപോലെ ഒരു സ്റ്റാറും നിനക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നിന്റെ ടാലന്റിനെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതി. എനിക്ക് ഉപകാരമില്ലാതായ നിന്റെ ടാലന്റ് വെച്ച് ഇനി ആർക്കും ഒരു ഉപകാരം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. മലയാള സിനിമയിലെ വെറുക്കപ്പെട്ടവനായി നീ മാറുമ്പോൾ നിന്റെ പകുതി കഴിവ് പോലില്ലാത്ത പലരും ഇവിടെ ആരാധിക്കപ്പെടും. ഇനി നീ സിനിമ ചെയ്താലും അത് കംപ്ലീറ്റ് ആവില്ല. ഇനി കംപ്ലീറ്റ് ആയാലോ അത് റിലീസ് ആവില്ല. റിലീസ് ആയാല് അത് ഓടൂല്ല. അപ്പോഴാണ് പണ്ട് തന്റെ അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നത്, സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചിക്കാനുള്ള കഴിവൊന്നും അവനില്ല. അപ്പോ അന്ന് അപ്പൂപ്പൻ ഉദ്ദേശിച്ചത് എനിക്ക് സിനിമ എടുക്കാൻ കഴിവില്ല എന്നല്ല, സിനിമ പോലെ ഒരു കരുണയില്ലാത്ത ഇതുപോലൊരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാ. എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ അപ്പൂപ്പന്റെ അതേ സ്വഭാവമാണ്. അപ്പൂപ്പനും ജീവിതത്തിൽ വൻ തോൽവിയായിരുന്നു. അപ്പോ ഇനി മോളിവുഡിലേക്കില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ ഏതോ ഒരാള് വാതിലും തുറന്ന് ഫയാസിന്റെ പിന്നിലൊന്ന് നിന്നിട്ട്, അവൻ സിനിമ ചെയ്യുകയും ചെയ്യും, അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും, അത് സൂപ്പർ ഹിറ്റായി നല്ല വൃത്തി ഓടുകയും ചെയ്യും. ഈ സംഘടന വിലക്കൊന്നും എന്നെ ബാധിക്കില്ല. അതൊക്കെ വീട് പണയം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവരുടെ കാര്യമാണ്. എനിക്കതിന്റെ ആവശ്യമില്ല, കാരണം ഞാൻ അത്രക്ക് ഫെൽത്തി റിച്ച് ആണ്. അപ്പോൾ വിനീത്, നിന്റെ അടുത്ത സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങേര് പേര് പറയുന്നുണ്ട്, ഐ ആം ഹാരിസ് ബഷീർ. ഫയാസിനോട് എവിടെയാ ഞാൻ ഒപ്പുവെക്കണ്ടേ? ഹനയ്ക്ക് ഇനി അർജുനുമായിട്ട് ഒരു ബന്ധത്തിനും താല്പര്യമില്ല. എന്നിട്ട് എന്റെ അനിയത്തി ഹനയ്ക്ക് നിന്നോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് വിനീതിന് ഫോൺ കൊടുക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, കഴിഞ്ഞ 4 പടങ്ങളും വൻ ദുരന്തമായിരുന്നു. ജോയ് ആലുക്കാസ് എന്നെ ബ്രാൻഡ് അംബാസഡറിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് ആ സമന്തിയാക്കി. എനിക്ക് തിരിച്ചു വരാനുള്ള ആകെ വഴി ആഫ്റ്റർ പാർട്ടി 2 ആണ്. എന്നാൽ അർജുന്റെ കൂടെ ഇനി വർക്ക് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവൻ എന്നെ ചതിച്ചതാ. അപ്പോൾ ഹന സൂപ്പർ സ്റ്റാർ ആയത് അവളുടെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം കൊണ്ട് തന്നെയാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഉറപ്പാകുന്നുണ്ട്. എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് വേണം. അതും വിനീത്, നിന്റെ സിനിമയിൽ നിന്ന് തന്നെ അത് ബ്ലോക്ക് ബസ്റ്റർ ആവണം. നീ സക്സസ്ഫുൾ ആവണം. അതിലും വലിയ അടി അർജുനെ നമുക്ക് കൊടുക്കാനില്ല. അപ്പൊ ഹീറോ ഉറപ്പിക്കുന്നുണ്ട്, രണ്ടാമതൊരവസരം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ എന്റെ വിധി ഇനിയും എന്റെ കയ്യിൽ തന്നെയാണ്. എനിക്ക് അന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ ഒരു ഓഫർ എനിക്ക് പിടുത്തേ മതിയാവും. അന്നയല്ലാതെ വേറെ ആരും എന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യില്ല. അപ്പോഴാണ് സച്ചിൻ ചോദിക്കുന്നത്, ആഫ്റ്റർ പാർട്ടി 2ന്റെ സ്ക്രിപ്റ്റും നിന്റെ ക്രിയേഷൻ അല്ലേ വിനീത്? ഇനി എന്റെ വീടും പറമ്പ് വിറ്റിട്ടാണെങ്കിലും സിനിമ അടുത്തിരിക്കും, അതിലെ വിജയിക്കും. ജോലിക്ക് ഞാൻ എവിടെയും പോകുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയും തന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പല ഹൊറർ പടങ്ങളും പോയി കാണുമ്പോൾ പലരും വല്ലാതെ ഭയന്ന് വരയ്ക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് മാത്രം ഒരു റിയാക്ഷനും ഇല്ല. ഇതിന് മാത്രം എക്സൈറ്റ് ചെയ്യുന്ന എന്താ ഇതിലുള്ളേ? അങ്ങനെ ഒരു ഫ്രഷ് തോട്ടിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെലിവറി ബോയ് ഫുഡ് ഡെലിവറി വന്നപ്പോ ഹീറോയോട്, അടുത്ത ഫ്ലാറ്റിൽ ആളില്ലേ? അവിടെ ആരുമില്ല, വീട് പൂട്ടിയതാ കാണുന്നില്ലേ? അല്ല, അതേ ഫ്ലാറ്റിൽ നിന്നാണല്ലോ എനിക്ക് കോള് വന്നേ. അതും പറഞ്ഞ് അവൻ ചെറുതായി
ചെറുതായിട്ട് പേടിക്കുമ്പോൾ തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രേതത്തിന് ഉപയോഗിക്കുന്ന ഒരു ഡെലിവറി ബോയുടെ കഥ ഞാൻ ചെയ്യാൻ പോവാണ്. ഇതുപോലൊരു കഥ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ലാന്ന് തന്റെ ഫ്രണ്ടിനോട് വീമ്പ് പറയുമ്പോൾ അടുത്ത ദിവസമില്ലേ തമിഴിലെ പിസ എന്ന സെയിം തോട്ടുള്ള ഒരു കഥ റിലീസാവാണ്. തിയേറ്ററിൽ നോക്കുമ്പോൾ ആള് കുറവാ, ചെറിയ പടമല്ലേ, അധികം വർക്കാലെന്ന് കരുതുമ്പോൾ പടം കയറി കൊളുത്താണ്. ആരെഴുതി നോക്കുമ്പോൾ കാർത്തിക് സുബ്ബരാജ്. അപ്പൊ ഹീറോ കാലിപ്പിലി ഇവനക്ക് ഇതേതാ? അപ്പൊ തന്റെ ഫ്രണ്ടില്ലേ സുജി, അവൻ കോളേജ് ഭാഗത്ത് കാണുമ്പോ നീ സംശയിക്കണ്ട, കോളേജിൽ നിന്ന് പഴയൊരു റാഗിങ് കേസില് ജൂനിയേഴ്സ് പണി വന്നിട്ട് എന്നെ പുറത്താക്കിയതാ. അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഇത്രയും നാളായിട്ട് നീ ഇവിടെ ഈ ലാപ്ടോപ്പിൽ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് അവൻ എഴുതിയ യുദ്ധം എന്ന ഒരു കഥയുടെ സ്ക്രിപ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് ST റിസർവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്താലും ആർക്കും ഒരു വിലയില്ല. അതുകൊണ്ട് എന്റെ ഈ കഥ നീ സിനിമയാക്കോ. എനിക്ക് സിനിമയോട് തോന്നുന്ന റെസ്പെക്ട് ഇവിടെ നായരായാലും ചെറുമനായാലും പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അവരെ ജനങ്ങൾ ഉയർത്തും. പ്രിവിലേജ് പ്രശ്നമല്ല. അതുകൊണ്ട് എനിക്കിനി സിനിമ മതി. അങ്ങനെ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതിൽ നിന്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ട് സിജിലെ, നല്ല ക്രിട്ടിക് കിട്ടാനും സിനിമ ഹിറ്റടിക്കാനും ചാൻസ് ഉണ്ട്. എന്നാൽ പൊളിറ്റിക്സ് മാറ്റി നിർത്തിയാല് ഒരു സിനിമ എന്ന നിലയിലെ ഇതിലൊന്നുമില്ല. പ്രേതത്തിലും പിശാചിലും വിശ്വസിക്കാത്ത ഏതൊരു യുക്തിവാദി പോലും ഭയപ്പെടുന്ന മനുഷ്യന്റെ യഥാർത്ഥ ഭയത്തിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോഴാണ് അപ്പൂപ്പൻ എഴുന്നേറ്റ് കോള് വരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, അപ്പൂപ്പൻ അനക്കൊന്നുമില്ല, നിങ്ങൾ വേഗം വാ. അപ്പോ നമ്മുടെ സിജിലെ ഡോക്ടറല്ലേ ചെക്ക് ചെയ്തിട്ട് അച്ഛനോട് അമ്മയോട് പുറത്തേക്കാൻ പറഞ്ഞ് വാതിൽ ലോക്ക് ചെയ്തിട്ട് ഹീറോയോട് അപ്പൂപ്പൻ പോയിന്ന് തോന്നുന്നേ, പൾസില്ല, 99% എനിക്ക് ഉറപ്പാ, ബാക്കി 1% നീ നോക്ക്. വിനീത്, ഞാനിത് ആദ്യമായിട്ടാ. അങ്ങനെ ഹാർട്ട് ബീറ്റും പൾസും നെക്ക് പൾസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും ബീറ്റ് ചെയ്യുന്നില്ല. അവസാനം ബോഡി പാരലൈസ് ആയി കഴിഞ്ഞാല് ഏത് ജീവനില്ലാത്ത ശരീരത്തിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ കണ്ണു തുറന്ന് കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ എഴുതേക്കാണ്. അപ്പോൾ സോറി അപ്പൂപ്പാന്ന് അവിടെ എഴുതി കണ്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ സിനിമ കണ്ടിട്ടൊന്നും അല്ലടാ ഞാൻ പേടിച്ചേ. പിന്നെ എന്ത് കണ്ടാ പേടിച്ചേ? അപ്പോൾ മുത്തശ്ശൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ ചിതാഭസ്മം രാമേശ്വരത്ത് ഒഴുക്കണം, ചടങ്ങുകളൊക്കെ നടത്തണം, സത്യത്തെക്കാള് നോണ വിശ്വസിച്ച് മരിക്കുന്നതാ എപ്പോഴും നല്ലത്. അതും പറഞ്ഞ് മുത്തശ്ശൻ പാടാവാണ്. അപ്പൊ സിജിലാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ സയൻസിൽ വിശ്വസിച്ച് ജീവിച്ച ഇദ്ദേഹം അവസാനം ഒരു സാധാരണ മനുഷ്യനായിട്ട് മരിച്ചല്ലോ. അങ്ങനെ അപ്പൂപ്പന്റെ മരണച്ചടങ്ങ് കഴിഞ്ഞപ്പോ ഹീറോയുടെ മനസ്സിലൊരു തോന്നല്, സിനിമ കണ്ടല്ലേ പേടിച്ചെങ്കില് പിന്നെ എന്ത് കണ്ടായിരിക്കും പേടിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഹീറോ അപ്പൂപ്പൻ അന്ന് സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷൻ എടുക്കാൻ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരുന്നു. പണ്ടേ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ റിയാക്ഷൻ നോക്കുമ്പോൾ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് താഴെ വീണിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലം അപ്പൂപ്പൻ തേടിക്കൊണ്ടിരുന്ന എന്തോ ഒരു സത്യം ആ ബുക്കിലുണ്ടായിരുന്നു. അതറിഞ്ഞിട്ടാണ് അപ്പൂപ്പൻ അന്ന് ബോധം കെട്ട് വീണത്. ദൈവത്തിലും പിശാചിലും വിശ്വാസമില്ലാത്ത ഒരു യുക്തിവാദി പോലും ഭയപ്പെടുന്ന വൈക്കം ഡേവിഡിന്റെ ആ സത്യം എന്താണെന്ന് അറിയാൻ ഡെവിൾസ് ഐലൻഡ് എന്ന ആ ബുക്ക് നമ്മുടെ ഹീറോ എടുക്കാണ്. കഴിവുള്ളവൻ കഷ്ടപ്പെട്ട് നേടിയ നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുക്കുന്നു. തനിക്ക് സംഭവിച്ചത് തലയിലെഴുതാന്ന് കരുതിയിട്ട് സമാധാനിക്കണോ അല്ലെങ്കിൽ വിധിയെ തിരുത്താന് പൊരുതണോ? അങ്ങനെ സാഹസികമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളുടെ കഥയാണിത്. ആ ഒരു ബുക്ക് പണ്ട് വായിച്ചിട്ട് ക്ലൈമാക്സ് മനസ്സിലാവാതിരുന്ന ഹീറോയ്ക്ക് ഇപ്പോ ആ കഥ കൂടുതൽ വ്യക്തമാണ്. സത്യത്തെക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നും ഈ ലോകത്തില്ല. എന്നിട്ട് തന്റെ ഫ്രണ്ടിനോട് അവസാനം ഞാൻ കണ്ടെത്തി, സയന്റിഫിക് ജീനിയസ് ആയ എന്റെ അപ്പൂപ്പനെ ഭയപ്പെടുത്തിയ ഈ നോവൽ ഇത് തന്നെയാണ് എന്റെ ആദ്യ സിനിമ, ഇനി ഇതിന്റെ റൈറ്റ്സ് വാങ്ങണം. അപ്പോൾ അത് വായിച്ച ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തൊരു ഡാർക്കായി കഥ. ഈ കഥ വായിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ ഇത് വായിക്കുന്നതോടെ അതും പോയി കിട്ടും. ഇതിനേക്കാളും നല്ലത് എന്റെ കഥയാ. വെറുതെ അല്ല ഈ സിനിമ വിഡ്രോ ചെയ്ത്. ഇത് സൊസൈറ്റി തന്നെ ഡേഞ്ചറാ, സൊസൈറ്റിക്കല്ല, ഇത് വൈക്കം ഡേവിഡിനാണ് ഡേഞ്ചർ. എന്നിട്ട് അവസാനത്തെ പേജ് നോക്കാൻ പറയുമ്പോൾ ഈ നോവലടക്കം വൈക്കം ഡേവിഡിന്റെ 50 കഥ എഴുതിയത് ഞാനാണ്, KT പീറ്റർ. ഇതിന്റെ റൈറ്റ്സ് സച്ചിനെ തരിക, അതിന്റെ ആവശ്യമില്ല. നീ പോയിട്ട് ഈ നോവൽ റൈറ്റ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അപ്പോഴാണ് സിജിൽ പറയുന്നത്, എടാ അയാളില്ലേ 50,000 ചെക്ക് എഴുതി തന്നിട്ട് ഈ ബുക്കിനെ കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബുക്ക് അയാൾ കൊണ്ടുപോയി. അയാളാ പോന്നേ. അപ്പോഴാണ് വേണു പാസ് ചെയ്ത് പോകുന്നത് ഹീറോ കാണുന്നേ. അപ്പോൾ ആ ഒരു കാറ് ഫോളോ ചെയ്ത് പോകുമ്പോൾ അവസാനം വേണുല്ലേ ആ ബുക്ക് നമ്മുടെ സച്ചിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അച്ഛനായിരുന്നു കൊടുക്കേണ്ടിരുന്നത്, എന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ മകനിരിക്കട്ടെ, അല്ല സച്ചിനെ ഈ ബാഗെല്ലാം കെട്ടിട്ട് എങ്ങോട്ടാ? മോനും വൈഫോടെ? അത് ഹാരിസ് ബഷീറിന് ഞാൻ ഈ തറവാട് വീട് വിറ്റു 2 കോടി രൂപക്ക്. അത് കേട്ടപ്പോ അവള് മോനെയും കൂട്ടി പോയതാ. ആ കാഴ്ച നമ്മുടെ ഹീറോ കാണുമ്പോൾ സച്ചിന്റെ ഒബ്സഷൻ ഇപ്പൊ പതിയെ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്റെ അച്ഛന്റെ പേരിനെ കളങ്കം വരുത്തുന്ന അവസാനത്തെ തെളിവ് ആ ഒരു ബുക്കിലെ അത് കത്തിച്ച് നശിപ്പിച്ച് കളയാണ്. എന്നിട്ട് സച്ചിൻ പറയുന്നുണ്ട്, ഒരു അടിപൊളി സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന് 6 കോടി രൂപ വേണം. 2 കോടിയായി, ഇനി 4 കോടി ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. ആ ഒരു ബുക്ക് നശിപ്പിക്കുന്ന കണ്ടപ്പോ ഹീറോയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. ഡെവിൾസ് ഐലൻഡിന്റെ അവസാന കോപ്പി നശിച്ചു. ഇനി ആ കഥയുള്ളത് എന്റെ തലയിൽ മാത്രമാണ്. എനിക്ക് വൈക്കം ഡേവിഡിനെ കരിവാരി തേക്കാനോ ആരെങ്കിലും അപമാനിക്കാനോ താല്പര്യമില്ല. എനിക്ക് ആ കഥയിലെ ആരെയും ഭയപ്പെടുത്തുന്ന ആ തീം മാത്രം മതി. അങ്ങനെ നിധി എന്ന പേരിലെ KT പീറ്ററിന്റെ സ്റ്റോറിയാണെന്ന് കാണിച്ച് നമ്മുടെ ഹീറോ തന്റെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോണ്. 6 മാസത്തിന് ശേഷം നിധി എന്ന സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവാണ്. പിന്നെ ഫ്രണ്ട് സുജിയിലെ അവൻ സിനിമ തന്നെ തിരഞ്ഞെടുത്തോണ്ട് ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഫയാസ് വിളിച്ചിട്ട് പുതിയ സിനിമ ചെയ്യാൻ പോലെ, അപ്പോൾ അതും ഡിലീറ്റ് ആക്കാൻ റെഡി ആയിക്കോ. ഇനി നീ എന്ത് പുതിയ തോട്ട് കൊണ്ടുവന്നാലും നിന്റെ സിനിമക്ക് മുമ്പ് അതേ തോട്ട് ഞാൻ സിനിമയാക്കിയിരിക്കും. നിനക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതെന്റെ വാക്ക്.
പക്ക. അപ്പൊ ഹീറോ സുജിയോട് നമ്മുടെ കഥയുടെ സ്ക്രിപ്റ്റ് ആരും വായിക്കണ്ട, പ്രൊഡ്യൂസർ പോലും, എല്ലാവർക്കും വേണ്ട ക്യാരക്ടർ നോട്ട് ഞാൻ തന്നോളാം. അങ്ങനെ ഹാരിസിനോട് കോൺസെപ്റ്റ് പറയുമ്പോൾ കഥ കേൾക്കണമെന്ന് എനിക്കും താല്പര്യമൊന്നുമില്ല, എന്നാൽ ഈ കഥ ജനങ്ങളെ ഭയപ്പെടുത്തോ? ഉറപ്പായിട്ടും ഭയപ്പെടുത്തും. നമ്മൾ കറക്റ്റ് മാർക്കറ്റ് ചെയ്താൽ ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും, എന്നാൽ റോങ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ 100% ഫ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ അന്നയോട് വെയിറ്റ് ഒരു 8 കിലോ ഇനിയും കുറക്കണം. അപ്പോൾ ഹാരിസ് അതവള് കുറച്ചോളും, ഞാൻ പറഞ്ഞവള് കേൾക്കും. അപ്പോൾ വിനീത് നമ്മൾ ഏറ്റവും സ്കെയറി ആയിട്ടുള്ള മൂവി ചെയ്യാൻ പോവല്ലേ. അങ്ങനെ ആഫ്റ്റർ പാർട്ടിയുടെ 2ാം ഭാഗം റിലീസാവാണ്. ആദ്യ ഭാഗത്തിനേക്കാൾ മികച്ച 2ാം ഭാഗമാണെന്ന് നമ്മുടെ റിവ്യൂവർ ആനന്ദും റിവ്യൂ ചെയ്യാണ്. അർജുൻ ഹരിദാസിന്റെ കഥയാണ് ഈ 2 ഭാഗമെങ്കിലും ശരിക്കും സൂക്ഷിച്ചാല് വിനീത് മാധവന്റെ രാക്ഷസൻ എന്ന ഷോർട്ട് ഫിലിമായിട്ട് ഈ കഥക്ക് നല്ല ബന്ധമുണ്ടെന്ന് മനസ്സിലാവുന്ന ആനന്ദ് റിവ്യൂയിലൂടെ പറയാണ്. ഹീറോ കരുതിയത് ജീവിതത്തിൽ ഒരിക്കലും ഇനി അർജുനെ കണ്ടുവരില്ലെന്ന. എന്നാല് ആ റിവ്യൂവില് സത്യം പുറത്തുനിന്നതോടെ ഹീറോയുടെ പിന്നാലെയും ഈ സിനിമ മുടക്കാനും അവൻ ഏതറ്റം വരെയും പോകുന്നു ഉറപ്പാവാണ്. അങ്ങനെ തന്റെ കഥയുടെ ആദ്യത്തെ സീന് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ 22 പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഹീറോയ്ക്ക് വേണ്ടതൊരു ലെങ്തി ഷോട്ടാണ്. അങ്ങനെ അവസാനം അത് 48 സീനായിട്ടുണ്ട്. അവസാനം 72 സീനായിട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആവുമ്പോഴാണ് ഹനയുടെ അസിസ്റ്റന്റിലെ ഫോണിലെ അർജുൻ മറ്റൊരു കല്യാണം കഴിക്കാൻ പോകുന്ന പോസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹനയാണെങ്കിൽ ഇനി 10 ദിവസത്തേക്ക് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഹനയെ കാണാൻ വരുമ്പോഴാണ് അവള് വീണ്ടും ഇഷ്ടപ്പെട്ടതൊക്കെ വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ മാരേജ് ഫിക്സ് ചെയ്തതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഹന, ഇങ്ങനെ എനിക്ക് മൂവി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവളും പറയുന്നുണ്ട്, അർജുൻ പോയാൽ എനിക്ക് കോപ്പ, ഇത്രയും ബുദ്ധിമുട്ടിട്ട് നിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഡേറ്റ് ഞാൻ സച്ചിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സച്ചിൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്റെ കഥ എഴുതിയത് മെൽജോയാ. വിനീത് മെൽജോ എന്ന് എനിക്ക് മനസ്സിലായോ? ദൈവം എഴുതിയത് മെൽജോയാ. സച്ചിൻ ചെയ്യാൻ പോകുന്ന ഹനാൻ അഭിനയിക്കുന്ന ദൈവത്തിന്റെ റൈറ്റർ മെൽജോ എഴുതിയത്. ഇതൊരു ബ്ലാക്ക് സൈൻ ആണല്ലോ. കോയിൻസിഡൻസ് വീണ്ടും സംഭവിച്ചാലോ? അല്ല, സച്ചിന്റെ കയ്യില് ഫണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ആരാ 4 കോടി അവന് കൊടുത്ത് സഹായിച്ചേ? ഒരിക്കലും ഈ പ്രൊജക്ട് നടക്കാൻ അനുവദിക്കാൻ പാടില്ല. പുറത്തേക്ക് എത്തിയപ്പോ ഫയാസിനെ കാണാണ്. ഇനിയിപ്പോ സച്ചിന് ഫണ്ട് കൊടുത്തത് ഫയാസ് ആണോ? അപ്പോ മെൽജോ ഓടി വന്നിട്ട് ക്യാരവാനിൽ നിന്ന് ഈ ക്യാരറ്റ് നോട്ട് കിട്ടിയത് ഇത് വായിച്ചപ്പോ ആകാംക്ഷ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ കാണുന്നവന്റെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടും. ഈ സ്ക്രിപ്റ്റ് നീ വേറെ ആർക്കും വായിക്കാൻ കൊടുക്കരുത്, പ്രത്യേകിച്ച് അർജുന്. അവൻ നിന്റെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് പലരോടും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതവന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ ലീക്ക് ചെയ്ത് പടാക്കും. പിന്നെ ഒരു കാര്യം, സച്ചിന്റെ പടത്തിന് ഫണ്ട് ചെയ്യുന്നത് അർജുനാണ്. അതിന് അവൻ ഒരു ഡിമാൻഡേ ഉള്ളൂ, ഈ മാസം തന്നെ ഹന അഭിനയിക്കുക. തടി കുറയ്ക്കാതെ അവളെ എനിക്ക് അഭിനയിപ്പിക്കാൻ പറ്റില്ല. തടി കുറച്ചിട്ടില്ലെങ്കിലും സച്ചിൻ അവളെ കൊണ്ടുപോകും. പിന്നീട് ഒരിക്കലും ഹന എനിക്ക് വേണ്ടി സിനിമ ചെയ്യില്ല. കാരണം മെൽജോയുടെ സ്ക്രിപ്റ്റിലൂടെ അവളുടെ നഷ്ടപ്പെട്ട പബ്ലിസിറ്റി അവളെ തിരിച്ചെടുക്കും. ഈ സിനിമക്ക് ഫണ്ട് ചെയ്യുന്നത് അർജുനാണെന്ന് ഹനക്കറിയില്ല. അതറിഞ്ഞാലേ അവൾ ഒരിക്കലും ഇതിൽ അഭിനയിക്കില്ല. വിനീതെ, എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണണം. അപ്പോഴാണ് ഫ്രണ്ട് സിജു വന്നിട്ട് പറയുന്നത്, ആ ഫയാസില്ല, അയാൾക്ക് പ്രാന്താ, എന്റെ സിനിമ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞടാ. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലാന്ന്, സ്ക്രിപ്റ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് ബേഗിൽ നോക്കുമ്പോ സ്ക്രിപ്റ്റ് കാണുന്നില്ല. അപ്പോ കലിപ്പായ ഹീറോ ഇല്ലേ അർജുനോട്, നീ പറഞ്ഞ പോലെ നിനക്ക് എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്ത് തന്നല്ലേ, പിന്നെ എന്റെ സ്ക്രിപ്റ്റ് എവിടാ? നിന്റെ പ്രശ്നം പിന്നെ എന്താടാ? ഇയാൾ എഴുതിയ കോപ്പിൽ റിവ്യൂ ആണോ? അപ്പൊ അവനാണെങ്കിലേ സാറൊന്ന് മുകളിലേക്ക് വരുമോ? അപ്പൊ കലിപ്പായ ഹീറോ സച്ചിന് പൈസ കൊടുത്തിട്ട് ഹനയെ കൊണ്ട് ഇപ്പൊ തന്നെ ഈ സിനിമ നടത്തിക്കാനേ നിനക്ക് എന്നോട് അത്രമാത്രം എന്താടാ ദേഷ്യം? നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ? നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് വന്നാലേ എനിക്ക് വേണ്ടി തന്നെ ഒരു കസാര അവിടെ മാറ്റിയിട്ടിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറയുന്ന പോലും കേൾക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇനി എന്തൊക്കെ നേടിയാലും നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റേബ് ആവും. നിനക്ക് ഒന്നിനെയും ആരെയും പേടിയില്ല. നിന്റെ ഈ ഒബ്സഷനില്ലേ, അത് മാത്രമാണ് എന്റെ പ്രശ്നം. എന്നെങ്കിലും നീ സക്സസ് ആവുമെന്നുള്ള പേടി അടിച്ചിട്ടാണ് എന്റെ ഓരോ ദിവസവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയത്. നിന്നെക്കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ മുമ്പിൽ ഞാൻ എക്സ്പോസ്ഡാ. എന്റെ ഉള്ളിൽ എന്താണ് ഞാൻ വിചാരിക്കുന്നത്, മുഖത്ത് ചിരിയുണ്ടെങ്കിലും നിനക്കതറിയാം. എന്നെക്കുറിച്ച് ഇങ്ങനെ അറിയുന്ന ഒരാൾ ഈ ഇൻഡസ്ട്രിയിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ആനന്ദ് സുധാകരന് ഇന്നുണ്ടായ സംശയം നാളെ ഒരുപാട് പേർക്കുണ്ടാവും. അപ്പോ അവരൊക്കെ സംശയത്തില് നിന്നെ കേൾക്കാൻ നിന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇല്ലാതെയാവും. വിനീത്, നീ ഒരിക്കലും വളരില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. പിന്നെ നിന്റെ കോപ്പിലെ സ്ക്രിപ്റ്റ് ഇല്ലേ, അതെന്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാനത് ലീക്ക് ചെയ്തേനെ. അപ്പോഴാണ് ഹീറോ ആനന്ദിനോട് ചോദിക്കുന്നത്, ഇപ്പൊ സാറിന് തോന്നിയ ഈ സിമിലാരിറ്റി ആഫ്റ്റർ പാർട്ട് 1 കണ്ടപ്പോ തോന്നിയില്ലേ? തോന്നിയിരുന്നു. പിന്നെ എന്തിനാ ഇപ്പൊ പറഞ്ഞ്? പാർട്ട് 1 തന്റെ സിഗ്നേച്ചർ സ്റ്റൈല് മാത്രമേ അവൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇവിടെ അത് കണ്ടന്റിൽ വരെ എത്തി നിൽക്കുകയാണ്. അതായത് ലിമിറ്റ് അവൻ ക്രോസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നി, എന്ന് വെച്ചാൽ നാളെ വിനീത നീ ഒരു സിനിമ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല, ഉറപ്പായും ഡിസ്ട്രോയ് ചെയ്യും. ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾ ഒരു അംഗീകാരവും അർഹിക്കുന്നില്ല. ടാലന്റ് ഉണ്ടെന്ന് കരുതിയിട്ട് ചെയ്ത സിനിമ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരധികാരവും ഇവിടെ ആർക്കും തന്നിട്ടില്ല. സിനിമ ഒരു കൂട്ടായ്മയുടെ കലയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പലരും എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാസങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ പോലെ വർഷങ്ങളോളം ഒരു റൂമിൽ അടഞ്ഞിരുന്ന് തല പുണ്ണാക്കി വേണ്ടതും വേണ്ടാതൊക്കെ ചിന്തിച്ചു കൂട്ടി ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടില്ല. അത്രത്തോളം ഞാൻ എഫേർട്ട് ഇട്ടിട്ട് അതിൽ എനിക്ക് കിട്ടുന്ന ആകെയുള്ള ഒരു സന്തോഷം, എന്റെ വർക്ക് കണ്ടിട്ട് ജനങ്ങൾ ഹാപ്പിയായി സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് കാണുമ്പോഴാണ്. അത് കിട്ടാത്തിടത്തോളം ബാക്കിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, എന്നെ മാറ്റർ ചെയ്യുന്നില്ല. എനിക്ക്
എനിക്ക് മറ്റെന്തിനേക്കാളും എന്റെ സെൽഫ് ഇമ്പോർട്ടന്റ് ആണ് സാർ. എന്നാൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ മാത്രം അംഗീകാരം കിട്ടുന്നൊരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്കതിന് തീരെ താല്പര്യമില്ല. വേണമെങ്കിൽ എന്നെ അംഗീകരിച്ചാൽ മതി. ഫിലോസഫിയൊക്കെ പറയാൻ എളുപ്പം വിനീത്. നീ എപ്പോഴെങ്കിലും ഒരു സിനിമ തീർക്കുകയാണെങ്കിൽ നിനക്ക് പറയാനുള്ള ബാക്കി അന്ന് ഞാൻ കേട്ടോളാം. സ്ക്രിപ്റ്റ് പോയ സ്ഥിതിക്ക് അത് വേറെ ആരെങ്കിലും കൈ കിട്ടിയിട്ട് എനിക്ക് പണി തരുന്നതിന് മുമ്പ് സിനിമ തീർത്തിറക്കണം. അതിനാകെ ഒരു വഴിയുള്ളൂ. സച്ചിന്റെ സിനിമയുടെ പിന്നിലെ അർജുനാണെന്ന് ഹനയോട് പറയാ. അങ്ങനെ അവളോട് കാര്യം പറഞ്ഞപ്പോ അർജുനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യില്ല. എന്നാലേ നിനക്കൊരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ സിനിമ ചെയ്യാം. അങ്ങനെ റീഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവള് ചബ്ബയായിട്ടുണ്ട്. അപ്പോൾ VFXിൽ നമുക്ക് തടി കുറക്കാൻ പറ്റും ചോദിക്കുമ്പോൾ 2-3 ഷോട്ടായിരുന്നു നോക്കായിരുന്നു. മുഴുവൻ സിനിമ ഒന്നും ഒരിക്കലും പറ്റില്ല. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം അറിയുന്നത്, ആ സെറ്റില് ഹനയെ കാണാനില്ല. അങ്ങനെ ഹനയുടെ ഷൂട്ട് ചെയ്ത വിഷ്വല് ഹാരിസിന് കാണിച്ചു കൊടുത്തിട്ട് ഹനയുള്ളതുകൊണ്ട് മാത്രമാണ് സാറി പടം ഷൂട്ട് ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷേ ഇനി ഈ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഹനയെ മാറ്റണം. അപ്പോഴാണ് ടിവിയിൽ ഒരു വാർത്ത കാണുന്നത്, അർജുനും ഹനയും കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോ അല്ല വിനീത് മാധവന്റെ സിനിമയില് ഇനി നിങ്ങൾ അഭിനയിക്കുമെന്ന് ഹനയോട് ചോദിക്കുമ്പോൾ അങ്ങേര് ഈഗോയിസ്റ്റിക് മാത്രമല്ല എനിക്ക് തടി കൂടുതലാന്ന് പറഞ്ഞ് നല്ല ടോർച്ചറാ. അങ്ങനെ അർജുന്റെ മുഖം കാണുമ്പോൾ അവന്റെ മനസ്സിലുള്ളത് ഹീറോയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇനി നീ എങ്ങനെ സിനിമയാടാ മൊണ്ണ വിനീത്. അപ്പൊ ഹാരിസ് പറയുന്നത് അർജുന്റെ കാര്യത്തില് എനിക്ക് തെറ്റുപറ്റി. അവൻ പറഞ്ഞിട്ടാ കഴിഞ്ഞ 4 സിനിമ അവൾക്ക് വേണ്ടി ഞാൻ കമ്മിറ്റ് ചെയ്ത്. ഇതൊക്കെ അവന് അവളെ കെട്ടാനും കൺട്രോൾ ചെയ്യാനായിരുന്നു. അവന്റെ മുകളില് ആരും ഉയരുന്നത് അവന് ഇഷ്ടമല്ല. അവനോടിപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ സത്യം മനസ്സിലാക്കി അവളെ തന്നെ ഡൈവോഴ്സും ചെയ്ത് തിരിച്ചു വരും. അവനെന്താ കരുതിയെ അവളെ കെട്ടിക്കൊണ്ടുപോയാല് നിന്റെ സിനിമ സ്റ്റോപ്പ് ആവുന്നു. അവളെക്കാള് വലിയ മറ്റൊരു ഹീറോനെ വെച്ച് നമ്മൾ സിനിമ ഇറക്കും, അത് സൂപ്പർ ഹിറ്റ് ആവും ചെയ്യും. അതിലും വലിയ അടി അർജുന് വേറെ കൊടുക്കാനില്ല. അങ്ങനെ പുതിയ ഹീറോനെ വെച്ച് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ടേക്ക് ഓക്കെ ആവാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയുടെ ഫോണിലേക്ക് ഫയാസിന്റെ ഒരു മെസ്സേജ് വരികയാണ്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എന്റെ അടുത്ത പടം ഞാൻ ഫിക്സ് ചെയ്തു. സിനിമയുടെ പേര് യുദ്ധം. ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുജിത്ത്. പടം ഹിറ്റാവുന്നത് എനിക്കറിയില്ല, എന്നാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെയും എഡിറ്ററെയും വെച്ച് പടം ഞാൻ ഫിനിഷ് ചെയ്യും. നിന്റെ പടം ഇറങ്ങുന്ന അന്ന് തന്നെ ആ പടം ഞാൻ ഇറക്കും. അപ്പൊ ഫ്രണ്ട് സുജിത്ത്, ഞാൻ കോളേജിൽ നിന്ന് പുറത്തായത് എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞടാ. ഇനി പഠിക്കാനൊന്നും പോണ്ട, അച്ഛന്റെ കട നോക്കണമെന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ഫയാസിനെ വിളിച്ചു. സച്ചിന് പകരം ഹനയുടെ അടുത്ത സിനിമ ഞാനാ ഡയറക്ട് ചെയ്യുന്നത്. അർജുൻ ഹനയെ കെട്ടിയതോടെ അവന് സച്ചിന്റെ ആവശ്യമില്ല. അപ്പോൾ സച്ചിനെ ബ്ലോക്ക് ചെയ്തിട്ട് അർജുൻ മെൽജയുടെ സ്ക്രിപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നെ പോലെ ഒരാൾക്ക് ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല, അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ കളയാൻ പോകുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയുടെ സിനിമ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ ഫ്രണ്ടിന്റെയും യുദ്ധം എന്ന സിനിമയും കംപ്ലീറ്റ് ആവാണ്. അപ്പോഴാണ് സുനിലേട്ടൻ വിളിച്ചിട്ട്, അല്ലടാ നിന്റെ സിനിമയുടെ പോസ്റ്റർ എവിടെയും കാണുന്നില്ല, അവന്റെ സിനിമയുടെ പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട്. നോക്കുമ്പോൾ ഇൻഡസ്ട്രിയിലെ എല്ലാ ആളുകളും സുജിത്തിന്റെ പടത്തിന്റെ പോസ്റ്ററും ട്രെയിലറും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ പടം മാത്രം പോയി. അപ്പോൾ തന്റെ പടത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ കലിപ്പായിട്ട് ആ പോസ്റ്റർ കയറിയിട്ട് നമ്മുടെ കോർഡിനേറ്റർ ഇല്ലേ അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ പോസ്റ്റർ കണ്ടാൽ അറിയാം ഒരാൾ ഈ പടത്തിന് കയറാൻ പോകുന്നില്ലെന്ന്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അപ്പോൾ കൺട്രോളർ പറയുന്നുണ്ട്, ഞാൻ വർഷത്തിലെ ഒരു 10 പടങ്ങൾ കമ്മിറ്റ് ചെയ്യും, അതിൽ 5 ഹിറ്റാണെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. ചിലത് വിജയിക്കും, തോറ്റുപോകും, എന്നാൽ ബാക്കി 5 അത് ഫ്ലോപ്പ് ആവാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാ. ഹാരിസിന്റെ കമ്പനിയുടെ വാർഷിക വരുമാനം 500 കോടി രൂപയാണ്. അപ്പോൾ 30%, അതായത് 500 കോടിയിൽ നിന്ന് 150 കോടി ടാക്സ് ആയിട്ട് തന്നെ ഗവൺമെന്റിന് കൊടുക്കണം. ഹാരിസ് ബഷീർ ഗ്രൂപ്പിന് കഴിഞ്ഞ 2 പടത്തിനും ബ്ലോക്ക് ബസ്റ്റർ ഉള്ളതുകൊണ്ട് അതിന് ടാക്സ് വേറെയും കൊടുക്കണം. ഇവിടെയാണ് അവർക്ക് ഒരു സിനിമയുടെ ഫിനാൻഷ്യൽ ലോസ് അനുഗ്രഹമായിട്ട് വരുന്നത്. അപ്പോൾ കുറേയധികം VFX വേണ്ട ഒരു സ്ക്രിപ്റ്റ് അവർ സെലക്ട് ചെയ്തിട്ട് 10 കോടി മുടക്കിയിട്ട് 35 കോടി ചെലവാക്കിയെന്ന് ബില്ല് റെഡിയാക്കും. എന്നിട്ട് ഒരു പ്രൊമോഷനും ചെയ്യാതെ ആ ഒരു പടത്തിനെ അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ആ 35 കോടി ഫുൾ ബഡ്ജറ്റ് നഷ്ടം കാണിക്കും. അപ്പോൾ ഹാരിഫ് ബഷീറിന്റെ ബിസിനസ്സിലെ 500 കോടിയിൽ നിന്ന് ഈ 35 കോടി കുറച്ചിട്ടുള്ള ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ലോസ് എത്ര കൂടുന്നോ അത്രയും ടാക്സ് കുറയും. വിനീത്, നിന്റെ പടത്തിന് നല്ല തിയേറ്റർ കിട്ടില്ല, പബ്ലിസിറ്റി ഉണ്ടാവില്ല, അധികം ഷോകൾ പോലും ഉണ്ടാവില്ല. ഈ സിനിമ ജനിക്കുന്നതിന് മുൻപ് തന്നെ ചാവാൻ വിധിക്കപ്പെട്ടതാ. നിന്നെ കൊണ്ട് ഒറ്റക്ക് ഇനി എന്ത് ചെയ്യാനാ? കാര്യങ്ങൾ ഹാരിസിനോട് ചോദിക്കുമ്പോൾ ഇതൊന്നും എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നല്ല വിനീത്. ഹനയെ നീ മാറ്റെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്താലോ ഞാൻ കരുതിയതാ. നിനക്കറിയാലോ ഞാനൊരു നല്ല ബിസിനസ്സുകാരനാ. റോങ് ആയിട്ട് മാർക്കറ്റ് ചെയ്താല് ഈ പടം ഉറപ്പായിട്ടും ഫ്ലോപ്പ് ആവുന്ന നീ എന്നോട് പറഞ്ഞില്ലേ? അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ധൈര്യം. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു പടം പൊട്ടുന്ന ആരോട് പറഞ്ഞിട്ടില്ല. എന്തായാലും അവസാനം നിനക്ക് നല്ലൊരു ശമ്പളം തന്നെ ഞാൻ തരാം. അങ്ങനെ ഹീറോ FBയിൽ കുറിക്കുകയാണ്, നാളെ എന്റെ സിനിമ റിലീസാവാണ്. എന്റെ സിനിമ മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിൽ ഒന്നല്ല, ഏറ്റവും മികച്ച ഹൊറർ സിനിമ തന്നെയാണ്. ഇതെന്റെ ഉറപ്പാണ്. വരൂ, കാണൂ, ഭയപ്പെടും. അപ്പോഴാണ് സച്ചിൻ വന്നിട്ട് പറയുന്നത്, നീ അറിഞ്ഞു കാണും, എനിക്ക് സെക്കൻഡ് ലൈഫ് തന്ന അർജുൻ തന്നെ എന്റെ സിനിമ കൊണ്ടുപോയി. അവസാനം എന്റെ അരികിലേക്ക് എന്റെ ഭാര്യ മാത്രമേ തിരിച്ചു വന്നേ. അപ്പോൾ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് അച്ഛന്റെ പറമ്പും വീടും ഉള്ള പൈസ കൊണ്ട് ഞാൻ തിരിച്ചു പിടിച്ചു. തെറ്റിപ്പോയ തീരുമാനങ്ങൾ ഓർത്ത് സ്വന്തം ശപിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കാൻ അല്ലാത്ത പാടാ. ഒരു പരാജിതന്റെ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ നിനക്ക് നല്ല സമയമെടുക്കും. അപ്പോൾ തോൽവിക്കാരുടെ സ്വർഗത്തില് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് സച്ചിൻ അടുത്ത് പോവാണ്. ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ച്
നോക്കാൻ പോലും ശ്രമിക്കാത്ത ഒരു കാര്യം ഞാനിന്ന് ഉറപ്പിക്കുകയാണ്. അതെ, ഞാനൊരു തോൽവിയാണ്. അപ്പോൾ ഹാരിസ് ബഷീറില്ലേ, ഹീറോയുടെ അച്ഛനോടും അമ്മയോടും പ്രൊഡ്യൂസറാന്ന് പരിചയപ്പെടുത്തിയിട്ട് ഹീറോയുടെ ചെവി പറയുന്നുണ്ട്, ഞാൻ തിയേറ്ററിൽ ആളില്ലാന്ന് ഉറപ്പിക്കാൻ വന്നതാ. അപ്പൊ സമാധാനമുണ്ട്. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും സുനിലും ഷോക്കായി പോവാണ്. അപ്പൊ ഹീറോ, എന്നാലൊരു പ്രശ്നമുണ്ട്, ഈ സിനിമ ജനങ്ങൾ കാണാൻ പോകുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസറോട് ചോദിക്കാം. എന്നാൽ അങ്ങനെ വിളിച്ചിട്ട് എണീക്കുന്നില്ല, ഉറക്കത്തില്ല. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഇത് ഹാരിസ് ബഷീർ, വയസ്സ് 40, ഭൂലോകത്തിലെ ഏറ്റവും ഫ്രോഡായിട്ടുള്ള ബിസിനസ്സുകാരൻ. ഇന്നിപ്പോ എന്റെ സിനിമ കണ്ട് ചത്തുപോയി. അങ്ങനെ ആ ഒരു ന്യൂസ് സ്പ്രെഡ് ആവുമ്പോ എന്താണ് ഇതിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പല ആളുകളും സിനിമ കാണാൻ കയറാണ്. അതിൽ പലർക്കും ഇതുവരെ കണ്ടതിൽ ഏറ്റവും സ്കെയർ ആയിട്ടുള്ള പടാണെന്നുള്ള അഭിപ്രായങ്ങൾ സ്പ്രെഡ് ആവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ സ്വപ്നം കണ്ട പോലെ തന്നെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഏറ്റവും ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ ആവാണ്. അങ്ങനെ ഹിറ്റും കടന്ന് സൂപ്പർ ഹിറ്റ് ആവാണ്. അർജുനും ഫയാസും സച്ചിനും ആ സിനിമ കാണുന്നുണ്ട്. അപ്പോ സച്ചിന്റെ ലവർ ആയിരുന്ന കൂടെ പഠിച്ച ഗീതയില്ലേ, അവൾക്ക് ഈ കഥ മനസ്സിലായിട്ടുണ്ട്. നീ എനിക്ക് തന്ന നിന്റെ അച്ഛന്റെ നോവല് ഡെവിൾസ് ഐലൻഡ്, അതേ കഥയല്ലേ ഇത്. എന്നാൽ സച്ചിൻ ഒരിക്കലും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അവസാന കോപ്പിയും കത്തിച്ചു കളഞ്ഞില്ലേ. തോറ്റവരുടെ ലോകത്ത് ഇനി ഞാൻ മാത്രം ഒറ്റക്ക്. അങ്ങനെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ സച്ചിൻ തീരുമാനിക്കുമ്പോഴാണ് ഭാര്യ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എടാ നമ്മൾ പഠിക്കുമ്പോ ആ കൊല്ലം മാഗസീനിലെ ഞാനൊരു റിവ്യൂ എഴുതിയിരുന്നില്ലേ, നിനക്കത് ഓർമ്മയുണ്ടോ? നോക്കുമ്പോ അവള് വായിച്ച ഡെവിൾസ് ഐലൻഡ് എന്ന ആ ബുക്കിനെ കുറിച്ച് ഒരു ചുരുക്ക രൂപം എഴുതിയിട്ട് മാഗസീനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു എന്ന് അതിന്റെ ഉള്ളടക്കം എന്താണെന്നും ആ റിവ്യൂ വെച്ച് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ അർജുനെ കൂട്ടുപിടിച്ച് ഹീറോയുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാനെ സച്ചിന്റെ അച്ഛൻ വൈക്കൻ ഡേവിഡിന്റെ നോവല് കോപ്പി അടിച്ചതാണെന്ന് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അങ്ങനെ സച്ചിൻ തന്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. എന്നാല് ആ കഥ അങ്ങനെ ഹീറോ എടുത്തിട്ടില്ല, അതിലെ സത്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാല് KC പീറ്റർ എന്ന വ്യാജ പേരിലാണ് ഹീറോ ഈ കഥ ഡയറക്റ്റ് ചെയ്തതെന്നും മീഡിയയിലെ ന്യൂസിൽ സ്പ്രെഡ് ആവാണ്. വിനീതിന് കട്ടെടുക്കാൻ എളുപ്പമായിരിക്കും, എന്നാൽ അത് കണ്ടെത്തിയ എന്റെ അച്ഛന്റെ കഷ്ടപ്പാട് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് സച്ചിൻ പ്രസ് മീറ്റിൽ പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയെ മഹാനായി കാണുന്ന കരുതിയ ആരും ഹീറോയെ ഓർത്തില്ല, ഒരു സാധാരണ ഡയറക്ടർ മാത്രമായി. അപ്പോഴാണ് നമ്മുടെ റിവ്യൂവർ വിളിക്കുന്നത്, വിനീത് നിന്റെ സിനിമയും കണ്ടിരുന്നു, ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് മാസ്റ്റർ പീസ്. എന്നാല് താഴെക്കടയിൽ നിന്ന് വന്ന സിജിത്തിന്റെ യുദ്ധം എന്ന സിനിമക്കാണ് ഞാൻ സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്, എന്നാൽ നിനക്ക് ഞാൻ അവാർഡ് തരുന്നുണ്ട്, വാങ്ങാൻ വരണം. അങ്ങനെ നമ്മുടെ ഹീറോ അവാർഡ് വാങ്ങാൻ വന്നപ്പോ അർജുനല്ലേ എല്ലാവരോടും വല്ലാതെ സ്നേഹമുള്ളതുപോലെ പ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹന്നയും ആ കോപ്രായം കാണുമ്പോൾ ഹീറോയുടെ ഉള്ളിൽ ചിരി വരികയാണ്. അങ്ങനെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് സുജിത്ത് വാങ്ങിയിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, മീഡിയ കണ്ടില്ലേ, ഞാനെടുത്തത് ഒരു മഹത്തരമായിട്ടുള്ള സിനിമയൊന്നുമല്ല, അത് മഹത്തരമാണ് എന്ന് തോന്നാൻ കാരണം എന്റെ ജീവിത സാഹചര്യം ബാക്ക്ഗ്രൗണ്ടാണ്. എന്റെ സിനിമക്കല്ല ഈ കയ്യടി, എന്റെ ഐഡന്റിറ്റിക്ക. ഇതിലും ഭേദം മെഡിസിൻ തന്നെയായിരുന്നു. ഈ സിനിമ ഞാൻ കരുതിയ പോലെയല്ല. അങ്ങനെ അടുത്തത് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ, ആദ്യത്തെ നല്ല സിനിമയുടെ അവാർഡ് വിനീതിന് കിട്ടാണ്. എന്നാൽ ഹീറോ വാങ്ങാൻ വരുമ്പോൾ ഓഡിയൻസിന്റെ ഒരു കയ്യടിയോ അനക്കമോ ഇല്ല. അതായത് അത്രത്തോളം വെറുപ്പാണ് തന്നോടെന്ന് ഹീറോയുടെ മനസ്സ് പറയുന്നുണ്ട്. ഫയാസ് അവാർഡ് കൊടുക്കുമ്പോൾ മലയാളം സിനിമയിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി നീ മാറുമ്പോൾ നിന്റെ പകുതി കഴിവ് പോലില്ലാത്ത പലരും ഇവിടെ വാഴ്ത്തപ്പെടും. അപ്പോൾ വിനീത് നോക്കിയിട്ട് സച്ചിനും അർജുനും എല്ലാവരും കളിയാക്കി ഉള്ളിൽ ചിരിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങാണ്, ഭാഗ്യമില്ലാതായി പോയ എന്റെ സിനിമ കണ്ട് മരിച്ചുപോയ എന്റെ പ്രൊഡ്യൂസർ, മണി ലോണ്ടറിങ്ങിന് വേണ്ടി മാത്രം സിനിമ എടുത്ത അന്തരിച്ച ഹാരിസ് ബഷീർ, എനിക്ക് സിനിമയിലെ ആദ്യമായിട്ട് അവസരം തന്ന, എഴുതിയ 232 നോവലിലും ഒരു വരി പോലും സ്വന്തം കൈകൊണ്ട് എഴുതാത്ത വൈക്കം ഡേവിഡിന്റെ മകൻ സച്ചിൻ ഡേവിഡ്, സ്വരൂപിന്റെ മരണം ടൂളായി ഉപയോഗിച്ച് സ്വരൂപ് ഫാൻസിനെ പറ്റിച്ച് പൈസ കയ്യിലാക്കാൻ ശ്രമിച്ച ആ സിനിമയുടെ നിർമ്മാതാവ് ഫയാസ്, വർഷങ്ങളോളമുള്ള എന്റെ കഷ്ടപ്പാടായ ഷോർട്ട് ഫിലിമുകൾ ഇമിറ്റേറ്റ് ചെയ്ത് ആഫ്റ്റർ പാർട്ടി എന്ന മൂവിയും ആഫ്റ്റർ പാർട്ടി 2 എന്ന ഇൻഡസ്ട്രി ഹിറ്റും നേടിയെടുത്ത അർജുൻ ഹരിദാസ്, എല്ലാവർക്കും എന്റെ നന്ദി. ഞാനിവിടെ പറഞ്ഞ എല്ലാം സത്യമാണ്. എന്നാൽ ആ സത്യങ്ങളൊന്നും പ്രേക്ഷകരായ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കാണൂ. ലൈക്കബിലിറ്റി, അതായത് ഇഷ്ടം, അതിപ്പോ ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തികളെക്കാൾ എനിക്ക് കുറവായതുകൊണ്ട് എന്റെ ഭാഗം തെളിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, അത് മാത്രമാണ് സത്യം. അവസാനം കഴിവുള്ളവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നിധി കഴിവില്ലാത്തവൻ തട്ടിയെടുത്തില്ല. എന്നാൽ ഈ നിധി അവൻ അർഹിക്കുന്നില്ല എന്ന് ഈ ലോകം അവനെ കൊണ്ട് പറയിച്ചു. ഇതെന്റെ തലയിലെഴുത്താണ്, അങ്ങ് എഴുതിത്തള്ളാൻ ഞാൻ റെഡിയല്ല. തലയിലെഴുത്ത് തിരുത്തി കുറിക്കാനായിട്ട് ഞാൻ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുവരെ നിശബ്ദമായിരുന്ന ഓഡിയൻസ് മുഴുവനായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി കൈയടിക്കുകയാണ്. ഇനി ആർക്കും തന്നെ ചതിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ തന്റെ സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു കഥ എന്റെ ലൈഫുമായിട്ട് നല്ല സാമ്യമുള്ള കഥയാണ്. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എന്റെ എഫേർട്ടിന് വേണ്ടി ഇതുവരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ഏതെങ്കിലും കൂട്ടുകാർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും വീണ്ടും ഇതിലും അടിപൊളി കഥയായിട്ട് കാണാനായിട്ട് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ തന്നെ മറ്റൊരു ത്രില്ലിംഗ് കഥയായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.